പാർശ്വവർദ്ധ സ്തോത്രം. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പല വാക്കുകൾ പറഞ്ഞല്ലോ. HMCയോടുള്ള ബന്ധത്തിൽ ആദ്യകാലത്ത് ഈ പ്രദേശത്ത് പ്രവർത്തിപ്പാനുള്ള അവസരം ദൈവത്തിൻ്റെ ദാസനും ടീമിനും ദൈവം നൽകി. നമ്മുടെ സഭയുടെ ഒരു പ്രവർത്തന ആരംഭമായിട്ട് അതിനെ നമ്മൾ കാണുന്നു. തുടർന്നും നമ്മെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാസനും ദാസിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഒരു വേദാധ്യാപകനാണ്. അതോടൊപ്പം സഭാ ശുശ്രൂഷയും. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ചെറിയനാടിന് വളരെ അടുത്ത സ്ഥലമാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മുഖപരിചയം ഒത്തിരി ഇല്ലെങ്കിലും എവിടെയോ എങ്ങനെയോ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു ചെറിയ പരിചയമുണ്ട്, മനസ്സിനകത്ത് വരുന്നു. ദൈവത്തിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൊണ്ടുവന്നവർക്ക് സ്തോത്രം. വന്നതിൽ വളരെ നന്ദി. ഗോഡ് ബ്ലസ് യു. ശുശ്രൂഷയ്ക്കായിട്ട് സമയം കരുതിയിരിക്കുന്നു. പ്ലീസ് കം. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനും കുടുംബത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചിന്തയ്ക്കായി തിരുവചന ഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ വായിക്കാം. Gospel of John, chapter 6, verses 13 to 15. നിന്ന് ശേഷിച്ച കഷ്ണവർ ശേഖരിച്ചു 12 കുട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നെന്ന് സത്യം എന്ന് പറഞ്ഞു. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കും. നല്ലവനും വിശ്വസ്തനുമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുടെ കൂട്ടായ്മ എല്ലാ സന്ദർഭങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ, ചില നിമിഷങ്ങളിൽ, ചില സാഹചര്യങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ സമർപ്പണമില്ലാത്തവരായി പോയപ്പോഴും അവിശ്വസ്തരായി മാറിയപ്പോഴും ഒക്കെ അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരാതെ സ്നേഹിച്ച് നിലനിർത്തിയതോർത്ത് ദൈവത്തിന് നന്ദി. വീണ്ടും കർത്താവിൻ്റെ വലിയ സഹായവും അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ അവിടുന്ന് അനുവദിച്ചതിനായി നന്ദി. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹവും നന്മയും അവിടുന്ന് ചൊരിയണമേ. തിരുവചനത്തിൽ നിന്ന് സംസാരിക്കാൻ കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് സുനിൽ, എൻ്റെ വൈഫിൻ്റെ പേര് അജിത, ഞങ്ങളുടെ മകൻ്റെ പേര് ജോയൽ. ഞങ്ങളുടെ സ്വദേശം ചെങ്ങന്നൂരിന് അടുത്ത് ആല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ദൈവദാസൻ്റെ സ്ഥലവും എൻ്റെ സ്ഥലവും തമ്മിൽ 1-2 കിലോമീറ്ററിൻ്റെ അകൽച്ചേ ഉള്ളൂ. ചെറിയനാട് ആണ് എൻ്റെ മകൻ പഠിച്ചത്. സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് അവൻ പഠിച്ചത്. ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ സഭയും ഒക്കെ എനിക്ക് അറിയാം. ഇവിടെ ബഥേൽ ബൈബിൾ കോളേജിലെ പഠനത്തിന് ശേഷമാണ് ഞാൻ എത്തുന്നത്. ഞാൻ വന്നത് വടകരയിലാണ്. അപ്പോൾ HMCയുടെ ടീം ഇട്ടപ്പോൾ വടകര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ ഇട്ടത്. ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്നും പ്രാർത്ഥിക്കാത്ത ഒരാളാണ്. എൻ്റെ പ്രാർത്ഥന, ദൈവം എന്നെ വിടുന്നിടത്തോട്ട് ഞാനങ്ങ് പോകാം, അത്ര മാത്രമേ എൻ്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ വടകര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ വിട്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഒരുപാട് വടക്ക് പോയി കോഴിക്കോടാണെന്നാണ് ധരിച്ചത്. കാരണം ഞങ്ങൾക്കറിയാവുന്ന വടകര അവിടെയാണ്. ഇങ്ങനെ ഒരു വടകര ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കോഴിക്കോടേക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും കുഴപ്പമില്ല, കോഴിക്കോടെങ്കിൽ കോഴിക്കോട്, പാലക്കാടെങ്കിൽ പാലക്കാട്, എവിടെയായാലും പോകാം. അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇത് ഈ കൂത്താട്ടുകുളത്തിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഞാനിവിടെ വന്നു. അവിടെ ഒരു ചെറിയ വാടക വീട്ടിൽ ഞങ്ങൾ 4 പേരായി താമസിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ അവർ പോയി. ആ വീട്ടിൽ നിന്ന് ഈ ജംഗ്ഷനിലുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറി അവിടെ താമസിച്ചു.
അങ്ങനെ ഇവിടെയുള്ള ഈ മത്തച്ചായനും ലില്ലി ആൻറ്റിയുമായിരുന്നു ആദ്യ വിശ്വാസികൾ. അവരെ വെച്ച് ബൈബിൾ ക്ലാസ് നടത്തി. ഒരു കടയിലാണ് ബൈബിൾ ക്ലാസ് നടത്തി. അവിടെ ബൈബിൾ ക്ലാസ് നടത്തി, പിന്നെ സുവിശേഷമൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഹയർ സ്റ്റഡി നടത്തണമെന്നൊരാഗ്രഹം എനിക്ക് അന്നേ കിടപ്പുണ്ടായി. ഞാൻ ആ കടയുടെ മുകളിൽ താമസിക്കുമ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് കൂട്ടായി എന്നോടൊപ്പം താമസിച്ചത് വലിയ സുബോധമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹമായിരുന്നു എന്നോടൊപ്പം താമസിച്ചത്, എൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അദ്ദേഹം രാത്രിയിലൊക്കെ ഒരു ബഹളമൊക്കെ വെക്കും. അപ്പം ഞാൻ ഇപ്പുറത്ത് താമസിക്കും. വലിയ സന്തോഷത്തോടു കൂടി ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ ഭവനത്തിലാണ് താമസിച്ചത്. അന്ന് സിബിനാണ് എനിക്ക് ആഹാരമായിട്ട് വരുന്നത്. ഒരു പ്രത്യേകതരം ചിരിയുണ്ട് പുള്ളി. സിബിന് നീളമുള്ളൊരു പയ്യനാണ്, വണ്ണമൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് വന്ന് പറയാം, അമ്മ അന്ന് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കൊണ്ട് തരും. അവൻ സൈക്കിളിൽ എന്നെ ഈ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല, എല്ലായിടത്തും വെച്ച് ചവിട്ടി കൊണ്ടുപോകുമായിരുന്നു. ജോയില് വളരെ കൊച്ചൻ. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ പുള്ളി അന്നൊരു കലിപ്പൻ സ്വഭാവം, അതിൽ ചിരിയൊന്നുമില്ല. ഇങ്ങനെ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു കലിപ്പനാണ്, അവൻ ചിരിക്കത്തൊന്നുമില്ല. ഞാൻ ജോലെ ആ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ എൻ്റെ മകനും. ഇവരുടെയൊക്കെ പേരിൻ്റെ പ്രശ്നമായിരിക്കും. അവനോട് ചോദിക്കുന്നതിന് മാത്രമേ മറുപടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനും ഇങ്ങനെ ചോദിക്കുന്നതിന് മാത്രം മറുപടി ഉണ്ട്. കുഴപ്പമില്ല പക്ഷെ അവരെ കൊണ്ട് അതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറയാം, എൻ്റെ മകനെ കൊണ്ട് സഭയിലും ദേശത്തും ഒരു പ്രശ്നമില്ല. കാരണം വലിയ സംസാരമില്ലല്ലോ. സംസാരം കൂടുമ്പോഴാണ് പ്രശ്നവും കൂടുന്നത്. അപ്പോൾ ഈ പയ്യൻ അതുപോലെയായിരുന്നു. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ പറയും, പ്രാർത്ഥനയ്ക്ക് പോയോ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വാ ഇരിക്കുന്നൊക്കെ പറയും, വരുവാ എന്ന് പറയും. എവിടായിരുന്നോ? ജംഗ്ഷൻ വരെ പോയതാ, അത്രയേ ഉള്ളൂ സംസാരം. ഇന്നവൻ ഇവിടെ നിന്ന് സങ്കീർത്തനമൊക്കെ പ്രബോധിപ്പിച്ച് കണ്ടപ്പോൾ കർത്താവിൽ നിറഞ്ഞ സന്തോഷവും നന്ദിയൊക്കെ തോന്നി. കാരണം ദൈവം അത്രത്തോളം ഉയർത്തി നല്ലൊരു മകളെ വിവാഹം ചെയ്തു. കുടുംബമായിട്ട് അവർ ജീവിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. സിബിനു എന്നെ വിളിക്കാറുണ്ട്. അവരും വലിയ ദൈവ വേലയിൽ ആയിരിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി കരയിട്ടു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ കർത്താവിൻ്റെ ദാസനെ ഞാൻ പല സ്ഥലത്തും വെച്ച് ചെങ്ങന്നൂർ സെക്ഷനിലൊക്കെ എവിടേക്കോ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെയും കിട്ടിയതിലും ദൈവത്തിന് നന്ദി പറയുക. നന്നായിട്ട് നിങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നു. അങ്ങനെയുള്ള ദൈവദാസന്മാരെയൊക്കെയാണ് നമുക്ക് ആവശ്യം. അതങ്ങനെ ദൈവത്തിൻ്റെ ദാസന് ഇവിടെ പ്രവർത്തിക്കാൻ കർത്താവ് കൃപ കൊടുത്തതോർത്ത് ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമുക്ക് ഒരുമിച്ച് കാണാം. ആ കാലത്ത് ഈ മത്തച്ചായനും ലില്ലി ആൻ്റിയൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും ആഹാരമൊക്കെ ഇഷ്ടം പോലെ തന്നു. ഞാനും ബാച്ചിലറാണ്. ഞാനും പണ്ടപ്പള്ളിയിൽ പ്രവർത്തിച്ച റോയി, അദ്ദേഹവും നല്ല നിലയിലെത്തി. വലിയൊരു സഭയുടെ പാസ്റ്റർ. അദ്ദേഹം പൂവന്തുരു തേജിയിലെ പാസ്റ്ററായിട്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുകൂടായിരുന്നു താമസവും. പിന്നെ 2 ക്യാമ്പസ് കോഴ്സുകളിൽ 2 പ്രവർത്തകരുണ്ടായിരുന്നു, ആൻ്റണിയും ജസനും. ജസന് പാലക്കാടുണ്ട്, ആൻ്റണി ഒരു സഭയുടെ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു, നമുക്കിന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് ചപ്പാത്തി വേണ്ട. അങ്ങനെയാണ് എന്നെ പുതുപ്പരിഹാരത്തിലേക്ക് വിളിച്ച് ഞാൻ പോയി ഇടിയും മേടിച്ചുകൊണ്ട് അവരെൻ്റെ റൂമിൽ ചപ്പാത്തി തിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിറച്ചിടിയും മേടിച്ച് പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വരുന്നു. ആ മനുഷ്യൻ മരിച്ചുപോയി. ഞാനിന്നും ജീവനോടിരിക്കുന്നു. അറിയത്തില്ല എന്നാ പോകുന്നതെന്ന്. കാരണം ജീവിതത്തിലെ ഒരേ ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉറപ്പായിട്ടുള്ളൂ, അത് നമ്മുടെ മരണമാണ്. അത് എത്ര വിദ്യാഭ്യാസം ചെയ്താലും, എത്ര പൊസിഷൻ ഉണ്ടായാലും, എത്ര സ്വാധീനം ഉണ്ടായാലും നമ്മൾക്ക് മരണം എന്ന് പറയുന്ന വസ്തുത ഉണ്ട്. അപ്പം ഞാനൊരു ഭാര്യയോട് പറയട്ടെ, എനിക്കിപ്പോൾ 45 വയസ്സായി. ഇനി 60 വയസ്സായി ആയുസുണ്ടെങ്കിൽ 15 വർഷം കൂടെ എൻ്റെ വണ്ടി റീടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പോകുന്നു. അപ്പോൾ അവൾ പറയും, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ ഭയക്കുന്നതിൻ്റെ കാരണം ഭൂമിയോട് കൂടുതൽ അടുക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ആ ഒരു ഭയമില്ലാത്തതിൻ്റെ കാരണം ഞാൻ യേശുവിനോട് അടുക്കുക കൂടുതൽ. അപ്പോൾ ആ ഒരു പേടി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും, അല്ലെങ്കിൽ പോകണം. അതാണ് വിശ്വാസികളുടെ ആത്മാർത്ഥതയുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് സൂചിപ്പിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. ദൈവം പിന്നെയും 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ റൂട്ട് പോകുന്നത്. ഇതുവരെയും ഞാൻ വന്നിട്ടില്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമല്ല കേട്ടോ. അതിനുശേഷം ഞാൻ IPC വലിയ സഭയിലൊക്കെ ഇരുന്നു. എങ്ങും ഞാൻ പോകത്തില്ല. കാരണം അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നു.
ഇതുവഴി ഞാൻ പോയിട്ടുണ്ട്. കൂത്താട്ടുകുളം വഴി ഇങ്ങനെ എയർപോർട്ട്, പിന്നെ പ്രസംഗിക്കാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഈ റൂട്ട് തിരിയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തിരിയാൻ എനിക്കൊരു നിയോഗമില്ല. എന്നോട് ദൈവം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ദൈവം എനിക്കൊരു നിയോഗം തന്നപ്പോൾ ഞാനും ജോലും തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ വരാനായിട്ട് ഇന്ന് എനിക്കൊരു ഫ്രീ കിട്ടി. അങ്ങനെ വരാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ 20 വർഷവും ഇവിടെ ഈ സഭയുണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു. ദൈവം നിങ്ങളെല്ലാം സഹായിച്ചു. മനുഷ്യരുടെ സഹായത്തിനും സഹകരണത്തിനും എല്ലാം പരിമിതിയുണ്ട്. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ സഹായത്തിനും കൂട്ടായ്മയ്ക്കും ഒരു പരിമിതിയും ഇല്ല. അപ്പോൾ ഈ വായിച്ച തിരുവചന ഭാഗം സുപരിചിതമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ൽ പരം ആൾക്കാരെ പോഷിപ്പിച്ച സംഭവത്തിൻ്റെ വിവരണമാണ് യോഹന്നാൻ 6-ാം അധ്യായം 11 മുതൽ നൽകിയിരിക്കുന്നത്. അവിടെ അതിൻ്റെ പ്രാരംഭത്തിൽ അനന്തരം യേശു തിബിരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ വന്നു. ക്രൗഡ്, ഒരു വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ വന്നത് എന്ത് കണ്ടുകൊണ്ടാണ്? രോഗികളിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതം എന്ന് പറയുന്ന ആ കാര്യത്തെ വിശേഷിപ്പിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന പദമാണ് അടയാളം. ഗ്രീക്കിൽ സെമിയോൺ എന്ന് പറയുന്ന ഒരു വാക്കാണ് അടയാളം. അപ്പം ഞാനിവിടെ നിന്ന് 2003 ലാസ്റ്റ് ആയപ്പോൾ പോയി. എല്ലാ ദൈവത്തിൻ്റെ അത്ഭുത വഴികളായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ ഒരു പൈസ പോലും ഇല്ലാതെ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഞാൻ ബാംഗ്ലൂരിൽ ട്രെയിൻ കയറി പോയി സദൈനേഷ്യ ബൈബിൾ കോളേജ് പഠിച്ചു. SIBC 3 വർഷം ഞാൻ പഠിച്ചതിന് ശേഷം എൻ്റെ ഡിഗ്രികളെല്ലാം പൂർത്തീകരിച്ച് ഞാൻ തിരിച്ചു വന്നു. ഈ കോവിഡ് കാലത്ത് എല്ലാവരും വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ATA സ്ട്രീമിൽ പഠിച്ച ആളുകളെ സെറാംപൂരിലേക്ക് എടുക്കും പഠിപ്പിക്കാനായിട്ട്. പക്ഷേ ഒരു നിർബന്ധം എന്ന് പറയുന്നത് 5 പേപ്പർ എഴുതി പാസ്സായാൽ അവർ ക്വാളിഫൈ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ വിചാരിച്ചു എന്തായാലും കോവിഡിന് ചുമ്മാ കുത്തിയിരിക്കുകയില്ലേ. അപ്പം ഞാൻ അത് അപ്ലൈ ചെയ്തു, എഴുതി. എൻ്റെ ഡോക്ടറേറ്റിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് എഴുതി. 5 പേപ്പർ ഞാൻ നല്ല നിലയിൽ പാസ്സായി. അവരെന്നെ എടുത്തു. അങ്ങനെ ഞാൻ പിന്നെ പഠിച്ചത് പെന്തക്കോസ്തുകാർ മാത്രമുള്ളിടത്തല്ല, അച്ഛന്മാരുമായിട്ടായിരുന്നു എൻ്റെ പഠനം. അച്ഛന്മാരും ബാപ്റ്റിസ്റ്റിലെ പാസ്റ്റർമാരും പെന്തക്കോസ്. എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ച് ഞാനേ ഉള്ളൂ പെന്തക്കോസ് പാസ്റ്റർ, വേറെ ആരും 10-30 പേരുണ്ട്. അവരുടെ കൂടെ പഠിച്ചു. ആ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാനൊരു തീസിസിൻ്റെ വർക്കിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ 20 വർഷത്തിന് മുമ്പ് ഇതൊന്നും മനസ്സിലില്ലായിരുന്നു. പക്ഷെ എങ്കിലും ആഗ്രഹമുണ്ട്. ഞാനിന്ന് എൻ്റെ മകനോട് പറഞ്ഞു, നിനക്കൊരു ഗോളും ആ ഗോളിൽ എത്താനായിട്ടുള്ള ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നീ എത്തിയിരിക്കും, ദൈവം നിന്നെ എത്തിക്കും. ദൈവം നോക്കുമ്പോൾ അല്പസ്വല്പമൊക്കെ മിടുക്കും, ഒരാവേശവും ഉന്മേഷവും ഹാർഡ് വർക്കും ഒക്കെ വേണം. പഴയ നിയമത്തിൽ എല്ലാ ദൈവമക്കളെയും ദൈവം വിളിച്ചു. എന്നിട്ട് ചില ആളുകളെയൊക്കെ ദൈവം അവരെ കൊണ്ട് പ്രവചിപ്പിച്ചു. ചിലരെ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഒരു ലിബറേഷൻ തന്നെ, ജനങ്ങൾക്കൊരു വലിയ വിടുതൽ കൊടുത്തു. അവരുടെയൊക്കെ പൂർവ്വ ഹിസ്റ്ററി പഠിച്ചാൽ 7 മണിക്ക് രാവിലെ അല്ലെങ്കിൽ 10:30 എഴുന്നേറ്റവരല്ല അവരല്ല. അവർ ഉത്സാഹികളായിരുന്നു എന്ന് കാണാൻ പറ്റും. കഠിനാധ്വാനികളായിരുന്നു അല്ലേ? നിങ്ങളൊരു ഉത്സാഹിയാണോ ഇല്ലയോ എന്ന് അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന രാവിലെ സമയമാണ്. ഇന്ന് രാവിലെയായി ആരാധന ഉള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു. നാളെ രാവിലെ 11 മണിക്ക് എഴുന്നേൽക്കുന്നെങ്കിൽ നിങ്ങളൊരു ഉത്സാഹിയല്ല. നിങ്ങളൊരു ഉത്സാഹിയോ ഒരു കഠിനാധ്വാനിയോ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഡേ തുടങ്ങി 3/4% നിങ്ങൾ പോയിട്ടാണ് നിങ്ങൾ എഴുന്നേറ്റ് വരും. അപ്പോൾ ദൈവം എപ്പോഴും കഠിനാധ്വാനികൾ അല്ലെങ്കിൽ സമർപ്പണമുള്ളവരെ ആദരിക്കുകയും അവരെ ദൈവം വലിയ കാര്യങ്ങൾക്കായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയാണ് മോശയും ദാവീദിനെയും പിന്നെ അതിന് പുറകിലെ ഹിസ്റ്ററി നോക്കിയ അബ്രഹാമിനെയും തുടർന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാ ആളുകളോടുമുള്ള ജീവിത ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അടുത്ത വാക്ക്, യേശു മലയിൽ കയറി
ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. അപ്പൊ യേശു ഇരുന്നു. ഈ എല്ലാ കാര്യങ്ങളും പറയാൻ എനിക്ക് സമയമില്ല, പറയുന്നില്ല. മലയിൽ കയറി ഇരുന്നു എന്നൊക്കെ പറയുന്നതിനൊക്കെ പ്രാധാന്യമുണ്ട്. മല എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം അവർ കണ്ട സ്ഥലങ്ങളാണ്. ദൈവം അവരോട് അറിയിക്കാനായിട്ട് അറിയിച്ച വിലപ്പെട്ട ഉപദേശങ്ങളൊക്കെ ഈ മലയുടെ മുകളിൽ നിന്ന് ദൈവം കൊടുത്തിട്ടുണ്ട്. 10 കൽപ്പനകൾ മോശ കയറി ചെന്നു, വാങ്ങി, ഇറങ്ങി വന്നു. അപ്പൊ യേശു ക്രിസ്തു മലയുടെ മുകളിൽ കയറി ഇരുന്നു എന്ന് പറയുമ്പോൾ അതിനുമുണ്ട് പ്രാധാന്യം. യേശു ക്രിസ്തുവിന്റെ കാലത്ത് യഹൂദ റബ്ബിമാര് 2 രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, അവര് നിന്നുകൊണ്ട് പറയും. 2, അവര് ഇരുന്നുകൊണ്ട് പറയും. നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഓപ്ഷനില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാം, സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കണ്ട എന്ന് തോന്നിയാൽ വിടാം. എന്നാൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓപ്ഷനിലല്ല, അത് കമ്പൽസറി ആയിട്ട് അനുസരിക്കാനുള്ളതാണ്. അപ്പൊ ഈ ഗിരിപ്രഭാഷണം നിങ്ങൾ നോക്കിക്കുക. അവൻ മലമേൽ കയറി ഇരുന്ന് തിരുവായ്മൊഴി കൊണ്ട് ഉപദേശിച്ച് എന്തെന്നാൽ, അപ്പൊ അവിടെയും ഇരുന്നു. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയുള്ള കാര്യങ്ങളാണ്? പ്രാധാന്യതയുള്ള കാര്യങ്ങൾ. ഇതിനകത്തൊന്നും കളയാനില്ല, ഇതിനകത്ത് ഒന്നും അവഗണിക്കാനില്ല. ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം, താല്പര്യമില്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ക്രിസ്തു പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും. അതാണ് ആ ഇരുന്നു എന്നതിന് നമുക്ക് വലിയ പ്രസക്തി ഇല്ലെങ്കിലും അവരുടെ പശ്ചാത്തലത്തിൽ, അവരുടെ ചിന്തകളിൽ ഇതിന്, ഈ കാഴ്ചകൾക്ക്, ഈ രീതികൾക്ക് വലിയ വിലയുണ്ടായിരുന്നു. അപ്പൊ കർത്താവ് ഇരുന്നു. എന്നിട്ട് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം അവന്റെ അടുക്ക വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുമാണ്, നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ബ്രെഡ് എവിടെ നിന്ന് വാങ്ങും എന്ന് ചോദിച്ചു. അപ്പൊ വലിയൊരു പുരുഷാരം വന്നു. ഇനിയും നിങ്ങളെ ഞാൻ ചിന്തിപ്പിക്കുന്ന കാര്യം, ദൈവത്തിന്റെ പ്രവർത്തികളെ 2 രീതിയിലാണ്. 2 രീതിയിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഒന്ന്, ഗോഡ് ടുക്ക് ഇനിഷ്യേറ്റീവ് എന്ന് പറയാൻ ദൈവം ആരംഭിക്കുന്നത്. 2, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം തരുന്ന മറുപടി. മൂന്നാമതൊരു കുഴപ്പമുണ്ട്. അതാണ് കുഴപ്പം. ഈ ആലോചനകളൊന്നും ചോദിക്കാതെ നമ്മൾ കയറി ചെയ്യുന്നതുണ്ട്. ഇത് കുഴപ്പമാണ്. ആദ്യത്തെ 2-നകത്തും ദൈവത്തിന്റെ പ്രവർത്തികളുണ്ട്. ഈ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. നമ്മൾ കയറി ചെയ്യും, ദൈവത്തോടും ചോദിക്കത്തില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ദൈവഹിതമാണെന്ന് കരുതി ഞാൻ ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം വലിയ പ്രശ്നങ്ങളിലാണ് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ അതിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ബോറൊക്കെ തോന്നുന്നെങ്കിൽ ഇറങ്ങിപ്പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് അകത്ത് വന്നിരിക്കുക. ഞങ്ങളുടെ പഠിപ്പീരങ്ങനെ. ഇനി ഉറങ്ങേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറകിലോട്ട് പോയി നമുക്ക് ഉറങ്ങിക്കോളാം. ഇതൊന്നും ഇവിടെ പിടിച്ചു നിർത്തിയുള്ള കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഇത് ഓരോ കമ്മിറ്റ്മെന്റ്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്വീകരിച്ചുകൊള്ളാം. ഞാൻ ഇവിടെ ഒരിടത്ത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാൻ പോവാം, ആവശ്യമുള്ളവർ കേൾക്കുക. അത് ദൈവത്തിന്റെ പോളിസി എങ്ങനെ? ചേൽപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിടിച്ചിരുത്തി കേൾപ്പിക്കുന്ന പരിപാടിയൊന്നും യേശുവിനില്ലായിരുന്നു. ചെവിയുണ്ടോ കേട്ടോ, ഇല്ലെങ്കിൽ ആ ചെവി കൊണ്ട് എന്തോ വേണമെങ്കിലും ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിച്ചു, ഗോഡ് ടുക്ക് ഇനിഷ്യേറ്റീവ്. ദൈവം ആരംഭിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പോലും അനുവാദം ചോദിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ ചോദിക്കാതെ, ഇഷ്ടങ്ങൾ ചോദിക്കാതെ നമ്മിൽ ദൈവം ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. 1999 യേശു എന്നെ വിളിച്ചത് എൻ്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ല. യേശു എന്നെ സുവിശേഷകനായി തിരഞ്ഞെടുത്തതും എൻ്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ല. അത് ദൈവം എന്നിൽ പ്രവർത്തിച്ച പ്രവൃത്തിയാണ്. അതിൻ്റെ ആരംഭം ദൈവത്തിൽ നിന്ന് തന്നെ. അവിടെ എന്നോടൊന്നും ദൈവം ചോദിച്ചില്ല. എൻ്റെ ആഗ്രഹം ചോദിച്ചില്ല, എൻ്റെ സാവകാശം ചോദിച്ചില്ല, എൻ്റെ സമയം ചോദിച്ചില്ല, എൻ്റെ സൗകര്യം ചോദിച്ചില്ല. എന്നെ വിളിക്കാൻ ദൈവം ഇതൊന്നും ചോദിച്ചില്ല. ഇതെല്ലാം പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരിപൂർണമായ ആ പദ്ധതിയിൽ നിന്ന് ദൈവം അത് ചെയ്തു. എല്ലാവരുടെ എക്സൈല്, പ്രവാസത്തിൽ പോയി.
ആ പ്രവാസത്തിലിരുന്ന ആളുകളെ പ്രവാസത്തിൽ നിന്നും മടക്കി കൊണ്ടുവരുവാൻ ആളുകളല്ല പദ്ധതി ഉണ്ടാക്കിയത്, ദൈവം പ്രവർത്തിച്ചു. ഗോഡ് ടുക്ക് ഇനിഷ്യേറ്റീവ്. ദൈവം അത് ആരംഭിച്ചു. അന്ന് പറഞ്ഞവർ ഇവിടെ ഈ ആളുകളെല്ലാം വിശന്ന് യേശുവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇവരെല്ലാവരോട് ചോദിച്ചത് കൊണ്ട് ചെയ്തതല്ല ഈ അത്ഭുതം. ആണോ? ഇവർ ചോദിച്ചത് കൊണ്ട് ചെയ്തല്ല. ഇവരെല്ലാം കൂടെ തമ്മിൽ പറഞ്ഞത് കൊണ്ട് യേശു ഇത് കണ്ട് മനസ്സിലാക്കി കുറച്ച് കഴിയുമ്പോൾ ഇത് കുഴപ്പമായി പോകുമല്ലോ, എന്നാൽ എൻ്റെ രാജ്യത്തിന് എൻ്റെ ശിഷ്യന്മാർക്കും കേടുവരാതിരിക്കാൻ അങ്ങ് ചെയ്തേക്കാം എന്നും പറഞ്ഞ് ചെയ്തതൊന്നുമല്ല. ഇവരെല്ലാവരോട് ചോദിച്ചത് കൊണ്ടോ ഇവര് അന്യോന്യം പറഞ്ഞത് കൊണ്ടോ അതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു അത്ഭുതമല്ല. ഇത് ദൈവം തന്നെയാണ് തീരുമാനമെടുക്കുന്നത്. പറയാൻ മനസ്സിലാവും. നിങ്ങളുടെ ജീവിതം സുഗമമാകാൻ, നന്നാകാൻ, സുതാര്യമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ആവശ്യം പ്രാർത്ഥനയും പരിപൂർണമായ ദൈവഗതത്തിനുള്ള കീഴടങ്ങലുമാണ്. ടോട്ടൽ കമ്മിറ്റ്മെന്റ് ഓഫ് ലൈഫ് എന്ന് പറയും. പൂർണ്ണമായും ഒരു സമർപ്പണം. അവിടെ ആ സമർപ്പണത്തിൽ നിങ്ങൾ ദൈവം മുമ്പാകെ നിങ്ങളെ കൊടുക്കേണ്ടത്, ദൈവം നിങ്ങളിൽ ആരംഭിക്കാൻ കൊടുക്കണം. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തരാനായി ദൈവം പറയുന്ന പോലെ കീഴടങ്ങുകയും ചെയ്യണം. ഇത് രണ്ടും ആവശ്യം. ഇനി കയറി ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു വിവേകത്തിനോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അങ്ങനെയും അപകടങ്ങൾ വരും. അങ്ങനെ കയറി ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് കുറേ പേരുണ്ട്. ഒരുത്തൻ യേശുവിൻ്റെ അടുക്ക എന്ന് പറഞ്ഞ്, ഗുരു അവിടുന്ന് അങ്ങ് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അപ്പൊ കർത്താവ് പറയാണ്, കുറുനരകൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവജാതികൾക്ക് വൃക്ഷങ്ങളുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. അപ്പൊ ഈ ആള് ഈ മഹത്തരമായ വിളിയുടെ ശ്രേഷ്ഠത അയാള് തന്നെ അങ്ങ് ഏറ്റെടുത്ത്, അയാള് തന്നെ വിളി ഉണ്ടെന്നും പറഞ്ഞ് യേശുവിൻ്റെ അടുക്ക വരിക, ഞാൻ വന്നിരിക്കുക, എന്നെ കൂടെ കൂട്ടിക്കും. കർത്താവ് അങ്ങനെയൊന്നും കൂട്ടാൻ തയ്യാറായില്ല. അയാൾ എടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ അയാൾ മുടക്കേണ്ടി വരുന്ന വിലയുടെ ആ ശ്രേഷ്ഠത കർത്താവ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ ഈ കൂട്ടത്തിന്റെ കൂടെ നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. സന്തോഷത്തോടെ തിരിച്ചു പോകുന്നതായിട്ടും ഇല്ല. അപ്പോൾ ദൈവം ഇവിടെ ഒരു പ്രവൃത്തി ആരംഭിക്കുക. ആ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഈ ഫിലിപ്പോസിനോട് ചോദിക്കണം. അങ്ങനെ ഫിലിപ്പോസിനോട് ചോദിക്കുക. ഇനി ഈ ബ്രെഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് 2024 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. അന്നത്തെ മനുഷ്യന്റെ ആഹാരത്തിന്റെ ഉറവിടങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞ് വേണം ബൈബിൾ പഠിക്കാൻ. ഇന്ന് ഉള്ള അത്രയും ആഹാരത്തിന്റെ ആ ചോയ്സ്, തെരഞ്ഞെടുപ്പ് ഞാൻ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ നാട്ടിലില്ലായിരുന്നു. ഏതാ ഇല്ലേച്ചാ 20 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടോ? ഞാൻ അന്ന് അൽഫാം ഒന്നും ഇവിടെ കണ്ടിട്ടില്ല, കുഴിമന്തി ഞാൻ കണ്ടിട്ടില്ല. ലില്ലി ആന്റി കണ്ടിട്ടുണ്ടോ കുഴിമന്തി? ഇപ്പൊ കാണുന്നില്ലേ? കഴിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇതൊന്നും കണ്ടിട്ടില്ല. ആഹാരത്തിന് അന്ന് ചോയ്സ് ആകെപ്പാടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൊറോട്ടയും. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന ആഹാരമായിരുന്നു പോട്ടി എന്ന് പറഞ്ഞൊരു സാധനം. എന്റെ ഭാര്യയ്ക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഛർദ്ദിക്കും. ഇത് ഇവിടുത്തെ ഒരു പ്രധാന ആഹാരമായിരുന്നു. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ വളരെ കുറവാണ്. ഇവിടെ പല തട്ടുകടയിലും ഒക്കെ അത് കണ്ടു. അന്നൊക്കെ ഞാനും മറ്റേ റോയ് പാസ്റ്ററൊക്കെ ഇറങ്ങി അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ അങ്ങനൊന്നുമില്ല, അന്ന് ചെയ്തിട്ടുമുണ്ട്. അന്നേരം ഞാൻ പറയാം, ചോയ്സസിന് നമുക്ക് ഒത്തിരി ഒന്നുമില്ല, കുറച്ച്. ആ ചോയ്സ് നമ്മൾ നടത്തുന്നത് പണം ഉണ്ടല്ല. കാശ് കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ആഹാരത്തിന് ഒത്തിരി ചോയ്സ്. കാശ് കയ്യിൽ ഇഷ്ടം പോലെ ഇല്ലെങ്കിൽ ചോയ്സ് ഒന്നുമില്ല. ഒരു സാധാ ഊണാണെങ്കിൽ ആ ഊണും കഴിച്ച് ഇറങ്ങിപ്പോകും. ബാക്കി എത്രയോ കാര്യങ്ങൾ അവിടെ ഇരുന്നാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാര്യം എന്താ? കൊതിയില്ലാഞ്ഞുകൊണ്ടോ ആഗ്രഹമില്ലാഞ്ഞുകൊണ്ടോ അല്ല, അതൊന്നും വാങ്ങാനുള്ള കാശില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ യേശുവിന്റെ ഉപദേശം കേൾക്കുന്ന രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ട് വീണ്ടും എന്തൊക്കെയോ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ ആളുകള് അത്രയും വലിയ സമ്പന്നരല്ല. കാരണം അത്രയും ആളുകളുടെ ഇടയിൽ ഒരു സമ്പന്നനേ ഉള്ളൂ. അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. അതുപോലും ഇല്ലാത്തവര് ബാക്കി ഉള്ള എല്ലാ ആളുകളും. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ചോയ്സ് പണക്കാർക്കാ. ബാക്കിയുള്ളവരെല്ലാം ഭക്ഷിച്ചിരുന്നത് ബ്രെഡാണ്. ഈ അപ്പം എന്ന് പറയുന്നതിന്റെ റൂട്ടും ഇംഗ്ലീഷും ബ്രെഡ് ആണ്. അതിലും ഏറ്റവും പാവപ്പെട്ടവൻ ഭക്ഷിച്ചതാണ് ബാർലി ലോഫ്. ബാർലി കൊണ്ടുണ്ടാക്കിയ അപ്പം, യവത്തപ്പം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാർലി ലോഫ്.
അത് ഏറ്റവും പാവപ്പെട്ടവന്റെ ആഹാരം. ആ പാവപ്പെട്ടവന്റെ ആഹാരമാണ് യേശു ക്രിസ്തു അനേക ആളുകളുടെ വിശപ്പടക്കാനായിട്ട് അത്ഭുതത്തിലൂടെ ആളുകൾക്ക് സപ്ലൈ ചെയ്ത് അല്ലെ വിതരണം ചെയ്ത്. അതിനെ കുറിച്ച് എന്താണ് പറയാം? അപ്പോൾ ബ്രെഡിന്റെ പിക്ചർ പിടികിട്ടിയല്ലോ. വെറും പാവപ്പെട്ട ആളുകൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാക്കി ഇച്ചിരി സമ്പത്തൊക്കെ ഉള്ള ഒരു വീറ്റാണ് ഉപയോഗിക്കുന്നത്, ഗോതമ്പിന്റെ ഉപയോഗിക്കും. വെറും പാവപ്പെട്ടവരാണ് ഈ ബാർലിയുടെ ലോഫ് വന്ന് യേശു ക്രിസ്തുവിനടുത്ത് ഈ ബാർലിയുടെ അപ്പം ബാർലി കൊണ്ടുണ്ടാക്കിയത് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് വിശപ്പെന്നൊക്കെ പറഞ്ഞ വിലയുണ്ട്. ഇപ്പൊ എൻ്റെ മകൻ ജോയൽ അവിടെ ഉണ്ട്. അവന് വിശപ്പെന്ന് പറഞ്ഞ ശരീരത്തിന്റെ ഒരു ആവശ്യമാണ്. അവൻ വിശപ്പിന് വല്ലതും കഴിക്കും. അവന് നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് ഞാൻ എന്ത് മേടിച്ചു കൊടുത്താലും അവൻ കഴിച്ചോളൂ. ഇന്ന് അവന് ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവനൊന്നും ഒരു ചോയ്സും ഇല്ല. ഒരു തരത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. മറുസൈഡിൽ ഞാൻ അവനോട് പറയും, നിനക്കും ഉണ്ടാകണം ചില ചോയ്സ്. എന്ത് വേണോടാ? നിങ്ങൾ കഴിക്കുന്നതാ. അത് ഞാൻ ദോശയും ചമ്മന്തിയും ഓക്കെ. അപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിശപ്പിന്റെ വിലയാണോ അവനുള്ളതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് കഷ്ടതയും പട്ടിണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഹാരവും ഇറച്ചിയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആണ്ടിലൊരിക്കലാണ് വാങ്ങുന്നത്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒന്ന് ഇറച്ചി മേടിക്കാനുള്ള സംവിധാനമൊന്നും അന്നത്തെ കാലത്ത് കുടുംബങ്ങളിലില്ല. ആണ്ടിലൊരിക്കലൊക്കെ ആയിരിക്കും ഇറച്ചി വാങ്ങുന്നത്. അതും കൂട്ടുകുടുംബമാണെങ്കിൽ ഒത്തിരി അംഗങ്ങളുണ്ട്. എല്ലാവർക്കും കൂടെ കഴിച്ച് വരുമ്പോൾ അവോയ്ഡ് ചെയ്യപ്പെടുന്നത് അന്ന് പിള്ളേരാണ്. ബാക്കിയുള്ള അമ്മാച്ചന്മാരും ഉപ്പാപ്പൻ്റെ അളിയനും എല്ലാം കഴിച്ചു വന്നു കഴിഞ്ഞ് പിള്ളേർക്ക് ഇച്ചിരി കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള കാലങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പൊ ആ കഴിച്ചാലും വിശപ്പ് എന്ത് ചെയ്യത്തില്ല, തീരാത്ത കാലങ്ങളുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരാൾക്ക് ആഹാരം എന്ന് കേൾക്കുമ്പോൾ ഉള്ള ആ വില, ആഹാരത്തിന്റെ വിലയും ഇന്ന് ഉച്ചയ്ക്ക് വേണ്ട എന്നാ പറയുന്നത്. ഇന്ന് വേണ്ട കേട്ടോ, അല്ലെങ്കിൽ നാളെ വേണ്ട എന്ന് പറഞ്ഞാൽ 1.5 മാസം തിന്നാനുള്ളത് ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് പെരുപ്പിച്ചിരിക്കുക. ആഹാരത്തിന്റെ വിലയൊന്നും ഇപ്പം ആളുകൾക്ക് അത്രയും മനസ്സിലാക്കണം. അപ്പൊ യേശുവിന്റെ കാലത്ത് ഇതിന് വലിയ വിലയായി ഈ ആഹാരത്തിന്. അത്ഭുതത്തിലൂടെ കർത്താവ് കൊടുത്ത് ഈ ആഹാരത്തിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അതിനു വേണ്ടി കർത്താവ് ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഒരാളെയാണ്. ആ ആളോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? ഇവർ ആരോട് ചോദിച്ചു? ഫിലിപ്പോസിനോട് ചോദിച്ചു. ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്നും അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസിനോട് ചോദിക്കാൻ കാരണം ബെത്സയിദക്കാരനാണ് ഫിലിപ്പോസ്. ഈ സംഭവം നടക്കുന്ന അതിന്റെ അടുത്തുള്ള സിറ്റിയിലാണ്. അപ്പൊ ഫിലിപ്പോസിനോട് യേശു ചോദിക്കുകയാണ്, ഈ പ്രശ്നം, ഇപ്പൊ ഈ നിൽക്കുന്ന പ്രശ്നം ഹ്യൂമൻ വിസ്ഡം കൊണ്ടോ ലോജിക്ക് കൊണ്ടോ നോളജ് കൊണ്ടോ പരിഹരിക്കാൻ പറ്റുമോ? ചോദ്യം ഇതാ. ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്ന് അപ്പം? അപ്പൊ ഇവർക്കെല്ലാവർക്കും കൂടെ അപ്പം കൊടുക്കണമെങ്കിൽ ഏത് റിസോഴ്സ് ഉപയോഗിക്കാം? നോളജ് കൊണ്ട് പറ്റുമോ? വിസ്ഡം കൊണ്ട് പറ്റുമോ? ലോജിക്ക് കൊണ്ട് പറ്റുമോ? ഹാർഡ് വർക്ക് കൊണ്ട് പറ്റുമോ? പറ്റുമോ? ചോദ്യം ഇതാ. എവിടെ നിന്നും കൊടുക്കും? സാധാരണ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന ഇതാ അല്ലേ? ഇപ്പം ആളുകളെല്ലാം ഒത്തിരി ആളുകൾ നിരീശ്വരവാദം പ്രൊമോട്ട് ചെയ്യും. അതിനകത്ത് ഒത്തിരി പിള്ളേരും വീണു പോകുന്നുണ്ട്. അവർ പറയുന്നത് ഏറ്റവും വലിയ ജ്ഞാനികൾ അവരാണെന്ന്. അപ്പൊ അവരും നോളജ്, ലോജിക്ക്, ഇതിനാണ് പ്രാധാന്യം. ലോജിക്കിനും നോളജും. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിന്റെയും ലോജിക്കും നോളജും. അതിൽ വിശുദ്ധ ബൈബിളിൽ ലോജിക്ക് ഇല്ലാത്ത ഒന്നല്ല, നോളജ് പ്രദാനം ചെയ്യാത്തതും അല്ല. അഡീഷണലി 2 കാര്യം കൂടെ ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. വിസ്ഡം ഉണ്ട്, പ്രാക്ടിക്കൽ നോളജും ഉണ്ട്. അപ്പൊ ഇവിടെ ഈ 3-4 കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ഫിലിപ്പോസിന് അത് ശരിയാക്കാൻ പറ്റുമോ? അപ്പൊ ടെസ്റ്റാണ് അവിടെ. ടെസ്റ്റ് ഇതാ. നോളജിന്റെ ടെസ്റ്റ്, ലോജിക്കിന്റെ ടെസ്റ്റ്, വിസ്ഡത്തിന്റെ ടെസ്റ്റ്, പ്രാക്ടിക്കൽ നോളജിന്റെ ടെസ്റ്റ്. പിന്നെ ടെസ്റ്റ് എന്താണ്? ഹാർഡ് വർക്കിന്റെ ടെസ്റ്റ്. ഇത് 5 കൂടെ കൊണ്ടുവന്നാൽ ഇവിടുത്തെ ഈ പ്രശ്നം തീരുമോ? ഇത് 5 ഫിലിപ്പോസിലുണ്ടെന്ന് വിചാരിക്കുക. 5 കൂടെ ഒരേ സമയത്ത് ഉപയോഗിച്ചാൽ ഇപ്പോൾ ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രശ്നം തീരുമോ? ടെസ്റ്റ്. ഇനി ടെസ്റ്റ് എന്താ? ദൈവത്തിൽ നിന്നാ ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് എപ്പോഴും ആര് തരുന്നതെന്നറിയോ? ദൈവം തരുന്ന. റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രമോഷൻ ഓഫ് ലൈഫാണ്. ടെസ്റ്റ് ജയിച്ചാൽ എന്ത് ചെയ്യും? പ്രമോഷനാണ്.
ഇപ്പം ജോയിലും ഇവിടെ ആരൊക്കെയോ 10ാം ക്ലാസ്സിലെ ടെസ്റ്റ് പഠിച്ച് വേറൊരു ടെസ്റ്റ് അവർക്കുണ്ടായിരുന്നു, എക്സാമിനേഷൻ. അത് അവർ എഴുതിയിട്ടിരിക്കുക. അവർ ജയിക്കുമ്പോൾ അവർ പ്രമോഷനിലേക്ക് പോകുന്നു. എവിടേക്ക് അവർ പോകുന്നത്? +1 +2. അവിടെ അവർ സബ്ജക്റ്റ് എടുത്ത് പഠിക്കും. അവിടെയും ജയിച്ചു കഴിയുമ്പോൾ ആ സബ്ജക്റ്റിന്റെ ഡീപ് പഠനത്തിന് വീണ്ടും പ്രമോഷൻ. അവിടെ അവർ ജയിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു PGക്ക് പോകുന്നവരാണെങ്കിൽ വീണ്ടും അവർ പോകുന്നു, വീണ്ടും പ്രമോഷൻ. അവിടെ ജയിച്ചു കഴിയുമ്പോൾ ഈ പഠിച്ചതെല്ലാം കൂടെ വെച്ച് അവരുടെ ജീവസന്ധാരണത്തിനുള്ള ഒരു തൊഴിലിലേക്ക് പ്രമോഷൻ കിട്ടി. അവിടെയും ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ ആ തൊഴിലിന്റെ പ്രമോഷൻ. കണ്ടോ, ടെസ്റ്റ് എപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുപോവാം, ഹയർ ലെവൽ ഓഫ് ലൈഫിലേക്ക് കൊണ്ടുപോവാം. താഴെ തുടങ്ങിയതാണ്. നിങ്ങൾ ബെഞ്ചിലിരുന്ന് പഠിച്ചു, ഇന്ന് നിങ്ങൾ ജോലിയിലായപ്പോൾ നല്ലൊരു പവർഫുൾ ചെയറിലിരിക്കും. പ്രമോഷൻ കൊണ്ടുപോയുണ്ട്, പ്രമോഷൻ കൊണ്ടുപോകും. എന്നാൽ ടെംപ്ടേഷൻ അങ്ങനല്ല. ടെംപ്ടേഷൻ ആര് കൊണ്ടുവരുന്നത്? പിശാച്. ആ ടെംപ്ടേഷന്റെ റിസൾട്ട് ഡീഗ്രേഡിങ് ഫ്രം ദ പൊസിഷൻ. എവിടെ ഇരിക്കുന്നു അവിടെ നിന്നും താഴേക്ക് വരും. ഇവിടെ ഞാൻ പേപ്പറിൽ വായിച്ചു, 3000 രൂപ കൈക്കൂലി മേടിച്ച ഒരാളെ കുറിച്ച്. ഉയർന്ന പദവിയിലിരുന്ന ഞാനൊരു പേപ്പറിൽ വായിച്ചു, 3000 രൂപ കൈക്കൂലി. ഡോക്ടറാണോ? ഞാനതിന് ഓർത്ത് ഇത് എന്തൊരു ഡോക്ടറാണ്. 3000 രൂപ കൈക്കൂലി മേടിച്ച അയാളെ പിടിച്ചു, സസ്പെൻഡ് ചെയ്യും. അപ്പോ ഉയർന്ന പദവിയിൽ നിന്നും എങ്ങോട്ട് പോയി? താഴേക്ക് പോകും. അതിന് എന്ത് തരത്തിലുള്ള കുഴപ്പങ്ങളാണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. പർപ്പസ്ഫുള്ളി അദ്ദേഹം മേടിച്ചാണോ കുടിക്കുകയാണോ ഇതൊന്നും നമുക്കറിയത്തില്ല. വായനയിലുള്ള അറിവ്. അങ്ങനെ എന്തെല്ലാം കൈക്കൂലിക്കാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ? അവിടെ കൈക്കൂലി മേടിച്ചു, അവരെ പിടിച്ചു, ഇവിടെ പിടിച്ചു. ഈ പിടിച്ചവരെ എല്ലാം എന്ത് ചെയ്യും? ഉടനെ സസ്പെൻഡ് ചെയ്യും. അവർക്ക് അവരുടെ പ്രൊമോഷനിൽ നിന്ന് അവർ താഴോട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നോക്കിക്കേ, ഓരോ കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വരൂ. നിങ്ങൾക്കിന്ന് ആത്മീക ജീവിതത്തിൽ അഭിവൃദ്ധിയുണ്ട്, അധികാരമുണ്ട്, ശക്തിയുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അശുദ്ധ ശക്തികളുടെ വാഴ്ചകൾ വിറയ്ക്കുന്നുണ്ട്. ഈ നിങ്ങൾ തിരുഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ അതിൽ തുടരുമ്പോൾ നിങ്ങൾ വീഴുന്നു. നിങ്ങൾ ഇരുന്ന പൊസിഷനിൽ നിന്ന് വീഴുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, പ്രവാചകന്മാരായ ആളുകൾ പോലും പറയുവാണ് ഞങ്ങൾ കയ്യിൽ നിന്നൊക്കെ പറയുന്നത്. ഈയിടെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വലിയ പ്രവാചകൻ, പേരെടുത്ത ഒരു പ്രവാചകൻ പറയുന്നത് കേട്ട്, ഞങ്ങളൊക്കെ കയ്യിൽ നിന്നൊക്കെ അങ്ങ് പറയുക. എല്ലാം ഇപ്പോഴും ഒന്നും ദൈവമൊന്നും അല്ല പറയുന്നത്, ഞങ്ങളങ്ങ് പറയുക എന്നാ പറയുന്നത്. അപ്പൊ ഈ പ്രവചന സ്കൂളൊക്കെ ഉണ്ട്, അവിടെ പഠിപ്പിക്കും എങ്ങനെ പ്രവചിക്കണമെന്ന് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും പോയി പഠിച്ചിട്ട് വന്ന് ശല്യമൊന്നും ഉണ്ടാക്കല്ലേ. ഇപ്പൊ ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്നും പറയുന്നത് വലിയ പ്രശ്നമാണ്. എവിടെയെങ്കിലും ഒരു മാടക്കടയുടെ ഉണ്ടെങ്കിൽ ഒരു ബൈബിൾ കോളേജ് കാണാൻ 3.5 മാസം അവിടെ പഠിക്കും, പിന്നെ ഇവനെല്ലാം അറിയാമെന്നും പറഞ്ഞങ്ങ് നടക്കും. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ശല്യമോ പക്ഷേ, അത് വലിയ ശല്യമോ. നിങ്ങൾ വേദപുസ്തകം പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ റോളിലൂടെ പോകണം, പഠിക്കണം. നല്ല നല്ല കോളേജുകളിൽ എക്സ്റ്റൻഷൻ കോഴ്സുകളൊക്കെ ഉണ്ട്, ഓൺലൈനും ഒക്കെ. പ്രഗത്ഭരായ പ്രാഗൽഭ്യമുള്ള പാണ്ഡിത്യമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന സെമിനാരികളിലെ എക്സ്റ്റൻഷൻ കോഴ്സ് ഉണ്ട്, അവിടെ പോയി പഠിക്കണം. അത് ജോയിൻ ചെയ്ത് പഠിക്കണം. അല്ലാതെ തലയും വാലും ഇല്ലാത്ത എവിടെയെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ കാര്യസാധ്യത്തിൽ നടത്തുന്നതിനകത്ത് കയറിയിരുന്ന് 2.5 മാസം കൊണ്ട് പഠിച്ചിട്ട് വന്ന് എല്ലാം എനിക്കറിയാം എന്നുള്ള മനോഭാവം വളർത്തിയെടുക്കും, വീണു തുടങ്ങുക. ഉള്ള ശുദ്ധമായ മനസാക്ഷി കൂടി പോകും. ഞാൻ ഇന്ന് ഇത് വളരെ കർശനമായിട്ട് അത് പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇന്ന് ഒത്തിരി ആളുകൾ എന്തൊക്കെയോ അറ്റവും മുറിയും പഠിച്ചിട്ട് അവരും വലിയ ഉപദേശകരാന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവര് തലവേദനയെ പലപ്പോഴും. അതുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ പഠിക്കണം? കൃത്യമായി പഠിക്കണം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ 3.5 വർഷം കൂടെ നിർത്തി പഠിപ്പിച്ചു. പൗലോസ് അപ്പോസ്തലൻ 3 ആണ്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. നന്നായിട്ട് ഇത് വിശദീകരിച്ച് മനസ്സിലാക്കി എന്നിട്ടൊക്കെയാ വന്ന് പറഞ്ഞ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. കന്നാവിനും കയ്യപ്പാവിനും ഒന്നും മനസ്സിലാകാത്ത ഒരു മർമ്മം, ഈലത്തോസുവിന് ഇതുമായിട്ട് ബന്ധമില്ല, അയാളോട് പറഞ്ഞാൽ പോലും പിടികിട്ടാത്ത ഒരു മർമ്മം ഞാൻ നിങ്ങൾക്കറിയിക്കാം. മർമ്മം 2: 1, ക്രിസ്തു നിങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. 2, യവനനും യഹൂദനുമില്ല എന്നില്ലാതെ ഒരു സ്ഥലത്ത് ഈ മശിഹയെ പ്രതീക്ഷിച്ചിരിക്കുന്നു, ഈ മശിഹയെ ആരാധിക്കുന്നു. അപ്പം കറക്റ്റ് പഠനമാണെങ്കിൽ ഉണ്ടല്ലോ, കറക്റ്റായിട്ടൊരു ആത്മീയത ഉണ്ടാകും, ശരിയായ ആത്മീയത ഉണ്ടാകും. പഠനം ശരിയല്ലെങ്കിൽ ആത്മീയതയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പിശാചിനെ ആയിരിക്കും. ദൈവത്തെ ബഹുമാനിക്കാനും സമയമില്ല, ദൈവത്തെ അറിയാനും സമയമില്ല. കാരണം പിശാചിനെ പേടിച്ച് ഒരു പരുവ. അപ്പൊ ടെസ്റ്റ് ആൻഡ് ടെംപ്ടേഷൻ എപ്പോഴും ശ്രദ്ധിച്ചോണം.
ടെസ്റ്റ് നിങ്ങൾക്ക് പ്രമോഷൻ തരും, ടെംപ്ടേഷൻ നിങ്ങളെ അതിൽ നിങ്ങൾ വീണ് പോയാൽ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ വീഴ്ത്തുന്നത്. അപ്പൊ ഇവിടെ ടെസ്റ്റ്, ഈ ടെസ്റ്റിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, ഈ വക കാര്യങ്ങൾ കൊണ്ട് നടത്തിയെടുക്കാനായിട്ട് പറ്റുമോ എന്നൊരു ചോദ്യം ഈ വ്യക്തിയോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വന്ന ഒരു പ്രശ്നം എന്താണ്? ഇദ്ദേഹത്തിന്റെ മറുപടി ഇതവനെ പരീക്ഷിക്കാനത്ത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞു. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തര് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശരിക്കും യേസ് ഓർ നോ എന്നുള്ള മറുപടിക്ക് പകരം ഇദ്ദേഹം പൂർണ്ണമായിട്ടും ഭൗതിക സാധ്യതയാണ് യേശുവിന്റെ ചോദ്യത്തിന്, മെറ്റീരിയൽ പോസിബിലിറ്റി യേശുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ കൊണ്ടുവന്നത്. 200 വെള്ളിക്കാശ് ഒരു ദിവസത്തെ കൂലിയാണ് 1 ദിനാറിയസ്. അപ്പൊ 200 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഏകദേശം 6 മാസം തൊഴിലെടുത്ത കൂലിയാണ് ഈ പറയുന്നത്. 6 മാസം തൊഴിലെടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദിനാറിയസ്. പറയുന്നുണ്ടല്ലോ, നീ ഒരു പണം പറഞ്ഞൊത്തല്ലേ വന്നത്, അത് 8 മണി നേരം വന്നവനും 9 മണി നേരം വന്നവനും എല്ലാം ഉടയവൻ കൊടുത്തു. അപ്പൊ അത് ഒരു ലോക്കൽ സിസ്റ്റം അവിടുത്തെ. അപ്പൊ ഈ 6 മാസത്തോളം ജോലി ചെയ്ത പണമുണ്ട് 200 ദിനാറിയസ്, 200 വെള്ളിക്കാശ്. ഇതുകൊണ്ട് ഞാൻ പോയാൽ ശരി, എന്നോട് ചോദിച്ചല്ലോ, എനിക്ക് ഈ ലൊക്കാലിറ്റി ഒക്കെ അറിയാം, കോണ്ടസ്റ്റ് ഒക്കെ ഈ സിറ്റിയുടെ അറിയാം, ഞാൻ ഇതുകൊണ്ട് പോകുമോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ യവത്തപ്പോ മറ്റേ വീറ്റിന്റെ അപ്പോ ഒക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി മേടിച്ചാൽ ഇവർക്ക് തിന്നാൻ എങ്ങനെ കൊടുക്കും? ഇപ്പൊ ജീസസിന്റെ വേർഡിന് ജീസസിന്റെ മഹത്വത്തിലൂടെ മനസ്സിലായില്ല. നമ്മുടെ എല്ലാ ജീവിതത്തിലെ അടുത്തൊരു പ്രശ്നമാണ്, ദൈവവചനത്തെ ദൈവവചനത്തിന്റെ മഹത്വത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ, അത് സാധാരണ ഒരു വാക്കായിട്ട്. ജീസസിന്റെ വേർഡാണ്, ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്നും കൊടുക്കും. എന്താ ഈ ഫിലിപ്പോസിന്റെ പ്രശ്നം? ഇതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പ്രാപ്തിയുള്ള കർത്താവിന് ഇതും ചെയ്യാൻ കഴിയും എന്നൊരു സമർപ്പണത്തിലേക്കല്ല ഫിലിപ്പോസിനെ ഈ ചോദ്യം കൊണ്ടുപോയത്. മറിച്ച് ഈ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അധ്വാന ഫലത്തിന്റെ ഭാഗം എങ്ങനെ ഉപയോഗിക്കാം എന്ന ലോജിക്കിലേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫിലിപ്പോസ് എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇതാണ് ഫിലിപ്പോസിന്റെ കൺക്ലൂഷൻ ഓഫ് ആൻസറിന്റെ കൺക്ലൂഷൻ. കൺക്ലൂഷൻ അതാണ്, ഈ പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പരിഹരിക്കാൻ പറ്റത്തില്ല. എങ്ങനെ പരിഹരിക്കാൻ പറ്റത്തില്ല? പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. നമുക്കൊക്കെ ജീവിതത്തിൽ കുറച്ച് ധൈര്യം കൂടും എപ്പോഴാ? ബാലൻസ് കൂടുമ്പോൾ. ധൈര്യം ചോരും എപ്പോഴാ? ബാലൻസ് കുറയുമ്പോൾ. അത് ഏത് ബാലൻസാ? ഇയർ ബാലൻസ് അല്ല, ബാങ്ക് ബാലൻസ് അല്ലേ? അത് കൂടെ വരുമ്പോൾ അറിയാത്ത ഒരു ധൈര്യം ഉണ്ടാകും അല്ലേ? പഴയ കാലത്തൊക്കെ വിശ്വാസികളുടെയൊക്കെ ഇടയിൽ രോഗവും പ്രയാസവും ഒക്കെ ഉണ്ടായാൽ, ഇപ്പൊ ദൈവാസുര ഒരു സാക്ഷ്യം പറഞ്ഞു, ഞാൻ ദൈവത്തെ 100 1000 നന്ദി ദൈവത്തിന് പറയുകയാണ്. കാരണം നിങ്ങളെ ആരാധനയിൽ അങ്ങനെ ഒരു സൗഖ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ കേൾക്കാൻ കൊതിക്കുക ഇന്ന് പല സ്ഥലങ്ങളിലാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ഇതൊക്കെ അങ്ങ് ചടങ്ങായിപ്പോയി. അപ്പോ പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഓരോ സാഹചര്യങ്ങളായിട്ടായിരുന്നു അവരുടെ രോഗങ്ങളെയൊക്കെ അവർ കണ്ടത്. അപ്പൊ അവരെല്ലാം കൂടെ പ്രാർത്ഥിക്കും, ദേശത്തുള്ള വിശ്വാസികളെല്ലാം അവിടെ വരും, പ്രാർത്ഥിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അവസാനം ആ ആൾ എന്ത് ചെയ്യും? എഴുന്നേക്കും. അങ്ങനെ എത്രയെല്ലാം സംഭവങ്ങൾ നമ്മുടെ ചെങ്ങന്നൂർ, ചെറുനാട് ദേശങ്ങളിൽ നടന്നേക്കുന്നു, ഇനിയും നടക്കും. പക്ഷെ ഇന്ന് ഞാൻ കണ്ടുവരുന്നത്, ആളുകളുടെ കയ്യിൽ പണം കൂടിയപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ ക്ഷീണം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ജനിച്ച വിശ്വാസത്തിലാണ്, ദൈവവുമായിട്ടുണ്ട്. അപ്പൊ ആളുകൾ എന്താ പറയുന്നതെന്നറിയോ? അവിടെ പോകും, അവിടെ നടക്കത്തില്ലെങ്കിൽ വേറൊരിടത്ത് പട്ടത്ത് പൊക്കും, അവിടെ നടക്കുന്നില്ലെങ്കിൽ വേറൊരിടത്ത്, കാശ് കൂടിയവരാണെങ്കിൽ കൂടിയടവാ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് നാളത്രായി ദൈവത്തിന്റെ ഒരു സൗഖ്യം ഈ ശരീരത്തെ അനുഭവിച്ചിട്ട് ആലോചിച്ച് നോക്കിയേ. എത്ര നാളായി, എത്ര കൊല്ലമായി, എത്രയോ മാസങ്ങളായി. എന്നും പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, മാസയോഗമുണ്ട്, മൃഷ്ടാന ഭോജനമുണ്ട്. ചില ആളുകൾ ഇപ്പൊ പറയുന്നത് മാംസയോഗം എന്നാണ്. മാംസയോഗമല്ല, മാംസം എല്ലാം കൂടെ തിന്നാൻ പറ്റിയ യോഗമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും.
എന്നാൽ കർത്താവിന് പറയാനുള്ളതും കർത്താവിന് പ്രവർത്തിക്കാനുള്ളതും നടക്കാൻ പറ്റിയ ഒരു ശരീരമാണോ നമ്മുടെ ഈ ശരീരം? മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ, നിങ്ങളും നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം. ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് നിങ്ങൾ വളർന്നു വരുന്നത്. ശരീരത്തോട് ഒത്തിരി പാപശക്തികൾ വശീകരണ രീതിയിൽ ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുക. അതിന്റെ നടുവിലാണ് ജീവിച്ചിരിക്കുന്നത്, അതിന്റെ നടുവിലാണ് നടക്കുന്നത്, അതിന്റെ നടുവിലാണ് ഇരിക്കുന്നത്, അതിന്റെ നടുവിലാണ് ഉറങ്ങുന്നത്. ഇത് പല രൂപത്തിൽ വരും, പല ഫോമിൽ വരും, പല തത്വചിന്തകളിൽ വരും, പല സാരോപദേശങ്ങളിൽ കയറി വരും, പല രീതിയിൽ. കുഴപ്പമൊന്നുമില്ല, നിനക്ക് മാത്രമേ ഉള്ളല്ലോ ഇത് ഇങ്ങനെ മാറിയിരിക്കാനുള്ള പ്രേരണ എന്നൊക്കെയുള്ള ചോദിക്കുന്ന ഭാവത്തിലൊക്കെ ഇത് കയറി വരുമ്പോൾ ഈ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ള ബോധ്യത്താൽ ശരീരം ദൈവത്തിന്റെ പ്രവർത്തികൾ രുചിക്കണം. മനസ്സിലായി? അത് നമ്മുടെ ഒരു ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന ഹൈറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി, ഏറ്റവും ഉയർന്ന സ്ഥലം, ഒരു മണ്ഡലം. എൻ്റെ അപ്പനാണെങ്കിൽ ഒരിക്കൽ തോളുവേനയൊക്കെ വന്ന് അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി, അറ്റാക്കാണെന്ന് പറഞ്ഞ് അവർ കുറച്ച് ദിവസമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചികിത്സിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന്. അന്നത്തെ കാലത്ത് കുറേ പൈസയായി. ഒരു 10-16 വർഷത്തിന് മുമ്പാണ്, 16 വർഷത്തോളമായി. അന്ന് കുറച്ച് കാശുമൊക്കെ ആയി. അപ്പോൾ എൻ്റെ അപ്പനെ കാണാനായിട്ട് വിശ്വാസികളൊക്കെ വന്നു. അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും എന്നോട് പറയുക, ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റി അടുത്ത ആശുപത്രിക്ക്. ഞങ്ങളവിടെ കുറേ ഫേമസ് ആശുപത്രികളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പേര് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, ഇവിടുന്ന് തന്നെ ഇറങ്ങി വന്ന പാട് നമുക്കറിയാം, ഇനിയും വേറെ ഒന്നിലോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി. എൻ്റെ അപ്പൻ ഒരു ദിവസം 2ാം ചെക്കപ്പിൽ വന്നു കഴിഞ്ഞപ്പം 14,000 രൂപയുടെ മരുന്ന് വേണം. എൻ്റെ അപ്പൻ എന്നോട് പറയണം, ആ മരുന്നൊന്നും മേടിക്കണ്ട, ഇതൊന്നും ഞാൻ കഴിക്കുന്നില്ല. പുള്ളിക്കാരനാണെങ്കിൽ അങ്ങോട്ട് മാറി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് ഇന്ന് 17 വർഷമായിട്ട് ഹാർട്ട് സംബന്ധമായിട്ട് ഒരു ടാബ്ലറ്റ് കഴിക്കാത്ത ആളല്ല. ഓടി നടക്കും, 84 വയസ്സായി. ഓടി നടക്കുന്നു, വിറക് വെട്ടി കയറുന്നു, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ച് ഈ ഭൂമി നിന്ന് പോയാലും നഷ്ടമൊന്നുമില്ല. ഞങ്ങൾക്ക് നഷ്ടമുണ്ടെങ്കിൽ പോലും ഒരു നഷ്ടമല്ല. കാര്യം ഇത്രയും നാളും അതിനെ അതിജീവിച്ച് ജീവിക്കാനുള്ള കൃപ കിട്ടിയെന്ന് ദൈവത്തിൽ നിന്ന്. പറഞ്ഞു മനസ്സിലായോ? ആ മനുഷ്യനോട് ആളുകളെല്ലാം ഉപദേശിച്ചത് വേറെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം ഇപ്പൊ എങ്ങനെ? ചിന്തിക്കണം. എനിക്ക് സൗകര്യം വർദ്ധിച്ചു. ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതിലെയൊക്കെ ഞാൻ സിബിൻ്റെ കൂടെ സൈക്കിളേലും പിന്നെ ബസ് കയറി ഫുട്ബോളെ തൂങ്ങിക്കിടന്നൊക്കെ ഇതിലേ പോയിട്ടുള്ളു. അന്ന് അച്ഛൻ ബസ് ഓടിക്കുന്ന കാലം. ഫുട്ബോള് തൂങ്ങിക്കിടന്നൊക്കെ ഇവിടെ പോകുന്നു. അവസാനം കൂത്താട്ട് കൊളുത്തുനിന്ന് അങ്ങോട്ട് പോകുന്നത് ഇടിഞ്ഞ് ഞെരുങ്ങി വിറക് അട്ടിയടുക്കി വെച്ചേക്കുന്ന പോലെയൊക്കെ ഇവിടുന്ന് പോയിട്ടുള്ളു. ഞാൻ ഇന്ന് ഇതിലെ കാറായി ഇങ്ങോട്ട് വന്നു. എൻ്റെ സൗകര്യം വർദ്ധിച്ചു, എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതിഗതികൾ മാറി. പക്ഷെ ഞങ്ങളുടെ വിശ്വാസം എവിടെയാണ്? 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ കൃപാവരങ്ങൾ പോയോ എന്നല്ല ചോദിച്ചത് പൗലോസ് അപ്പോസ്തലൻ. നിങ്ങളുടെ എല്ലാം ബാങ്ക് ബാലൻസ് കുറഞ്ഞോന്നല്ല ചോദിച്ചത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ചോദന. ആ കാലത്ത് തന്നെ ഈ സാധനം പോയി തുടങ്ങി. അപ്പൊ പിന്നെ ഈ കാലത്തെയോ? അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇവിടെ എന്ത് നിങ്ങൾ നേടിക്കൂട്ടിയാലും യേശു നിങ്ങളിൽ, നിങ്ങളുടെ ദേഹിയിലും ആത്മാവിലും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും സ്ഥാപിച്ചിരിക്കുന്ന വിശ്വാസത്തെ വർദ്ധിക്കാത്തിടത്തോളം കാലം ബാക്കിയെല്ലാം ഈ നാട്ടിലെല്ലാ ഉയർച്ചയ്ക്കും അനുസൃതമായ ഒരു ഉയർച്ചയായിത്തീരും. അതിനപ്പുറത്തതിന് അതിനൊന്നും ഒരു പ്രിൻസിപ്പിളും നമ്മുടെ ഉള്ളിലില്ല, നമ്മുടെ വിശ്വാസത്തെ. അപ്പൊ ഇവിടെ ലോജിക്ക് കൊണ്ട് പറയുകയാണ്, സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പണം കൊണ്ട് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനി ഫിലിപ്പോസിന്റെ മനസ്സിൽ ചിലപ്പോൾ അടുത്തത് യേശുവിനോട് പറയാൻ പറ്റത്തില്ല, ധൈര്യമില്ലല്ലോ, അടുത്ത കിടക്കുന്നത് നമുക്ക് അങ്ങ് പോകാം. ഇങ്ങനല്ലേ നമ്മളൊക്കെ ഒരു ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് അതുവരെ കൂടെ ഇന്ന് ഞാനുണ്ട് നിന്റെ കൂടെ പ്രാർത്ഥിക്കുമോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യം കാണുന്നുണ്ടെങ്കിൽ പതുക്കെ അങ്ങ് മുങ്ങും. ഇങ്ങനെ എത്രയോ പേര് മുങ്ങുന്നു. അതിന് നല്ല മലയാളം കേട്ടോ, മുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാളെ പിന്നെ കാണത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ മുങ്ങിയെന്ന്. അപ്പോൾ ഇനിയും ഫിലിപ്പോസിന്റെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെതുക്കെ ഈ ആരവം എല്ലാം ഒഴിഞ്ഞ് അങ്ങ് പോകാം. ഗുരു വാ, അവരെല്ലാം അവിടെ ഇരിക്കട്ടെ. അവർ തളർന്ന് വീഴുവോ അല്ലെ അവർ പെതുക്കെ എഴുന്നേറ്റ് പോയി വീട്ടിൽ പോയി വല്ലതും ഉണ്ടാക്കി കഴിച്ചോടും പോരെ. സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പണത്തിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇനി ആര് സോൾവ് ചെയ്യാനാ?
200 വെള്ളിക്കാശിന് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സോൾവ് ചെയ്യാൻ പറ്റി ആരാ ഇവിടെ ഉള്ളത്? യേശുവിനെ അങ്ങനെയാ കണ്ടത്. രണ്ടാമത്തെ, ഇനി അവിടെ അദ്ദേഹത്തിന്റെ കാര്യം കഴിഞ്ഞു. രണ്ടാമത് പറയുകയാണ്, ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് എന്താ പറയുന്നത്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പങ്കിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറയും. അടുത്തയാള് വരികയാണ്. പക്ഷെ ഈ ആൾക്കൊരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്, ജീസസിന്റെ ഫെലോഷിപ്പിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം ആദ്യം തുടങ്ങിയപ്പോഴേ തന്റെ സഹോദരനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ആകെ കണ്ട കാര്യം ഈ 5 അപ്പവും 2 മീനും. അതൊരു ബാലകന്റെ കയ്യിൽ. വെള്ളം കൊടുക്കും, വെള്ളം വേണം, വെള്ളം വെച്ച് ഒരു ബാലകന്റെ കയ്യിലുണ്ട്. ആ ബാലകൻ ലാഡ്, ഒരു ബാലകൻ, അയാളുടെ കയ്യിൽ, ആ പയ്യന്റെ കയ്യിൽ ബാർലി ലോഫ് 5 അപ്പവും 2 മീനും. ഇത് ഈ പയ്യൻ സൊമനസാണ് കൊടുത്താണോ ഇദ്ദേഹത്തിന്റെ അധികാരത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്നാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഇനി ഇദ്ദേഹം എങ്ങനെ ഇത് കണ്ടു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഫ്രണ്ട് റോയിലേയും കാണാം, ആ സ്ഥലത്തൊക്കെ ഇവര് ചെതറിയൊക്കെ ഇരുന്നത്. പിന്നെയാ പറഞ്ഞ് ആളുകളെ ഓർഡറായിട്ട് ഇരുത്താൻ. ഇവരവിടെ ഇവിടെയൊക്കെ ചെതറിയൊക്കെ ഇരുന്നത്. ഇവരുടെ ഇരിപ്പെന്നൊക്കെ പറഞ്ഞ റിക്ലൈൻ എന്നാ, നമ്മൾ ഇരിക്കുന്ന പോലെ അല്ല കേട്ടോ, ഇതിനെ കിടന്ന് അവർ കഴിക്കുന്നത്. അങ്ങനെ അവരിരുന്നത്. നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഇരിക്കുന്ന പോലെ സ്റ്റഡി ആയിട്ട് കാല് കുലുക്കി മട്ടൻ അടിക്കുന്ന പരിപാടിയല്ല അവരുടെ. അവർ റിക്ലൈൻ, ഇങ്ങനെ കിടന്ന്, അവരുടെ സ്റ്റൈൽ അതാ. അപ്പൊ ഒരു പക്ഷേ ഈ പയ്യൻ ഫ്രണ്ടിലായിരിക്കാം. പിള്ളേർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അവര് കൊണ്ടുപോകുന്ന ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കും, ഇതിന്റെ മണമൊക്കെ അടിക്കുമ്പോൾ. അതുപോലെ വല്ലതും ആയിരിക്കാം. ഏതായാലും കണ്ടുപിടിച്ചപ്പോ സ്വയം കൊടുത്തതാണോ കൊണ്ടുവന്നതാണോ? കൊണ്ടുവന്നതാണ്. ഒരു പരിധി വരെ. ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും. അപ്പൊ ഈ ബാലൻസ് ശരിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വെറും പുവർ ഫാമിലി എന്ന് വന്നതല്ല. ബാർലി ലോഫാണ്, മീന് പാകം ചെയ്തതാണ്. ഇത് അവനും അവന്റെ കുടുംബത്തിന്റെയും ലഞ്ചോ ഡിന്നറോ വല്ലതും ആകാം, എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അപ്പൊ ഇത് കണ്ടുപിടിച്ച അന്ത്രയോസിന്റെ സ്വഭാവമാണത്. എപ്പോഴും അന്ത്രയോസ് ഇടപെട്ടാലും നോക്കൂ, ആളുകളെ കൊണ്ടുവരുന്നു. ഒരാളെ രക്ഷിക്കപ്പെടുവാനായിട്ട് അന്ത്രയോസ് കൊണ്ടുവരുന്നു. ഇവിടെ ഒരു വലിയ പ്രതിസന്ധി മാറ്റിയെടുക്കാനായിട്ട് ആന്ത്രയോസ് ഒരു പയ്യനെയും കൊണ്ട് അവന്റെ കയ്യിലിരിക്കുന്ന ആഹാരം കൊണ്ടുവരും. ആന്ത്രയോസിന്റെ ലോജിക്ക് ആഹാരം കുറവാ, പക്ഷെ ഇത്രയും പേർക്ക് എന്തോ ചെയ്യും. മറ്റേ പുള്ളിക്ക് പണം കുറവാ, ഇത്രയും പേർക്ക് എങ്ങനെ ചെയ്യും. ഈ ആൾക്ക് ആഹാരം കുറവാ, ഇത്രയും പേർക്ക് എന്ത് ചെയ്യും. 2 പേരും വന്ന് നിൽക്കുന്ന യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന എങ്ങനെയാണെന്നറിയോ? ടെൻഷനാ, സ്ട്രെസ്സാ. സ്ട്രെസ്, ടെൻഷൻ, ആൻഷ്യസ്, വറി, ഇത് 3 കൂടെ വന്ന് നിൽക്കുക. ഇല്ല, ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആൻസൈറ്റി ഓഫ് ലൈഫ്, ഇത് 3 വന്ന് നിൽക്കുക. അന്ത്രയോസും പിന്നെ ഒരു ചെറിയ ഗ്ലിംസ് ഓഫ് ഹോപ്പ് ഉണ്ടായി. ചെറിയൊരു ഹോപ്പ് എവിടെയോ കേട്ടോ. മറ്റേ പുള്ളി കൊട്ടുമില്ല, പൈസയ്ക്ക് പരിഹരിക്കാൻ വയ്യാത്ത ഇനി എന്തു ചെയ്യാൻ. ഒരാള് ഒരിക്കൽ എന്നോട് പറഞ്ഞു, യേശു ഇപ്പൊ എനിക്കൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ തോന്നാത്തത് കൊണ്ട് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് രാവിലെ എഴുന്നേറ്റത് എങ്ങനെ? ഓരോരുത്തരും, ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് പഠനം തീർത്തുകൊണ്ടാകുന്ന ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ല പിള്ളേർ, പഠിച്ചത് കൊണ്ടാണോ നിങ്ങൾ എഴുന്നേറ്റുന്നത്? അല്ല. എഴുന്നേറ്റത് എങ്ങനെ? യഹോവേ അങ്ങ് എന്നെ താങ്ങിയിരിക്കാൻ ഞാൻ ഉണർന്നിരിക്കും. അപ്പൊ എഴുന്നേറ്റത് എങ്ങനെ? ദൈവം താങ്ങിയത് കൊണ്ട് ഉണർന്നതാണ്. അതാണ് വിശ്വാസം. അത് ലോജിക്കൊന്നുമല്ല, ശാസ്ത്രമൊന്നുമല്ല, വിശ്വാസമാണ്. അപ്പോൾ അന്ത്രയോസിന്റെ ലൈഫ് അതാണ്. എപ്പോഴും അവൻ ഫെലോഷിപ്പിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഇത് പറഞ്ഞു നിർത്താം. അന്ത്രയോസ് എന്ത് ചെയ്തെന്നറിയോ? ആളെ കൊണ്ടുവന്നു. അപ്പോൾ ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ത്രയോസ് വിശ്വസിച്ചോ? യേശു എന്തെങ്കിലും ചെയ്യുമോ? വിശ്വസിച്ചിട്ടില്ല. അപ്പൊ 2 പോസിബിലിറ്റിയാണ് 2 ശിഷ്യന്മാര്. ഒരു പോസിബിലിറ്റി, മനുഷ്യൻ ആഹാരമില്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങാം. രണ്ടാമത്തെ പോസിബിലിറ്റി, മനുഷ്യൻ ആഹാരമില്ലെങ്കിൽ ആഹാരം ഷെയർ ചെയ്യാം. ഈ 2 പോസിബിലിറ്റി ഇവിടെ ഫെയിലാണ്. കാരണം ആഹാരം ഷെയർ ചെയ്താൽ എത്ര പേർക്ക് കിട്ടും? 5 അപ്പവും 2 മീനും. ഇത്ര പിച്ചി പറിച്ചെടുത്താൽ പോലെ 10 പേർക്ക് കിട്ടുമോ?
കിട്ടുമോ? അങ്ങനെ നമ്മൾ കൊടുക്കുമോ? ഇല്ലേ? ആഹാരത്തിന് ഞാൻ പണ്ടൊരു കല്യാണത്തിന് പോയപ്പോൾ ഒരു പ്രത്യേക ടേബിള്, വലിയ ആളൊന്നും ഇല്ലായിരിക്കുന്നത്, ഞാനും വിചാരിച്ചു കുഴപ്പമില്ല. ആ ടേബിളായിരുന്നു ഏറ്റവും കൂടുതൽ ഷോർട്ടേജ്. ഞാനും എൻ്റെ ഭാര്യയെല്ലാം കൂടെ പോയി, ഞങ്ങൾ അങ്ങ് ഒതുങ്ങിക്കൊടുത്ത്. കാരണം അവിടെ ഭയങ്കര ഷോർട്ടേജ് നടക്കുക സാധനങ്ങളുടെ. അവിടെ കൊണ്ട് പോകാൻ കാരണം ഏജ് ഓവറായ കുറെ ആളുകളായിരുന്നു, അവരായിരുന്നു ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് നടത്തിയത്. അപ്പൊ നമ്മൾ ഈ ആഹാരത്തിന് മുമ്പിലൊക്കെ കടിപിടിയും നമ്മൾ ആരാണെന്നും ഒക്കെ ചില സമയത്ത് തെളിയിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ 2 കാര്യങ്ങളൂടെ കഴിഞ്ഞ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അവിടെയാണ് യേശുവിന്റെ പ്രവൃത്തി. ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നിങ്ങളൊരു കാര്യം പഠിക്കണം. ഡിവൈൻ മിറക്കിൾസിനെല്ലാം ഉള്ള റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ അതോറിറ്റിയാണ്. ഏത് സൈനും അതോറിറ്റി എവിടെ? സ്വർഗത്തിൽ നിന്നാണ്. അപ്പൊ അത് വെറുതെ ചെയ്യത്തില്ല, ഓർഡർ ഉണ്ട് ലൈഫിന്. ഇവിടെ ആളുകളെല്ലാം കൂടെ എങ്ങനെയും ഒക്കെ അങ്ങ് നടക്കട്ടെ. നമ്മൾ കൺവെൻഷനൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ, ചിലര് കപ്പലണ്ടി തിന്നോണ്ട് വരുന്നു, ചിലര് പൊരി തിന്നോണ്ട് വരുന്നു, ചിലര് ഈ ബബിൾസ് വീർപ്പിച്ച് അങ്ങോട്ട് പോകുന്നു, ചിലർ ചായ കുടിക്കുന്നു. ഞങ്ങളുടെ കൺവെൻഷനാണെങ്കിൽ എന്നെ പോലെ ഇതൊന്നും പറയണ്ട. നമ്മുടെ എല്ലാ കൺവെൻഷനും ഞാൻ കാണാം, ചില അമ്മാവാന്നുള്ള ബലൂൺ ഊതിക്കൊണ്ട് വരുന്നത് കണ്ടില്ലേ. ചിലർ ബൈബിള് മേടിക്കുന്നു, ചിലർ ആ ഭാഗത്ത് നോക്കുന്ന പോലും ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു മേളവും ഉത്സവം പോലൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പല ആളുകളും ദൈവവചനമൊന്നും കേൾക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലാണ് അവര്. അങ്ങനെ കാര്യങ്ങളുണ്ട്. ഞാനത് പല നാളുകളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ഇങ്ങനെ ഓർഡർലെസ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്തൊന്നും അത്ഭുതമൊന്നും ഇല്ല. ഓർഡർ ആയിട്ട് ഇരുത്തണം. ആദ്യം കമാൻഡാണ്. അത്ഭുതത്തിന് മുമ്പ് എന്താ ഉള്ളത്? കമാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൽപ്പന വന്നു. ഓർഡറായിട്ടിരിക്കാൻ പറഞ്ഞു, ഇരുത്താൻ പറഞ്ഞു. ആളുകളെ ഇരുത്തുവിൻ എന്ന് പറഞ്ഞു യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ഇനിയും 2 കാര്യം പറഞ്ഞു നിർത്താം. ദൈവത്തിന്റെ മിറക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ തൃപ്തിക്കുള്ളതാണ്. നമുക്ക് തൃപ്തി ഇല്ലാതുള്ള ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മിറക്കിൾസിന്റെ പ്രശ്നമല്ല, നമ്മുടെ മനസ്സിന്റെ കുഴപ്പമാണ്. തൃപ്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റും. വായിച്ച എബ്രായർ 13:5 ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കാം, പറഞ്ഞു നിർത്തട്ടെ പെട്ടെന്ന്. എനിക്ക് 1:50 ആകുമ്പോ വേറെ. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതിരിക്കാൻ കാരണം എന്താ? ദ്രവ്യാഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ എന്താ? നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് ചെയ്യാം. ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാം. ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് ഒരാൾ ഒരു പ്ലേറ്റ് ബിരിയാണി തന്നെന്ന് വെച്ചു, ഞാൻ കഴിച്ചു. ഞാൻ ഒരു പ്ലേറ്റ് ഫുള്ള് കഴിക്കാറില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിക്കുന്നത്, കാരണം പറ്റുന്നില്ല. എന്നാൽ പോട്ടെ, ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ മോനെ നീ പിന്നെ ഒരു പ്ലേറ്റ് കൂടെ പാസ്റ്ററിലെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചപ്പോൾ ഞാൻ പറയാം വേണ്ട പോലെ. ഞാൻ പറഞ്ഞു അല്ല, നീ പറയുകയാണ് അല്ല മുട്ടയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങ് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ ഈ പ്രലോഭനം എല്ലാം കൂടെ കയറി ഒന്നുകൂടെ കഴിച്ചു. അപ്പോൾ അവിടെ പുറകിരിക്കുന്ന മോൻ പറയുക ബീഫ് ഫ്രൈയാ പാസ്റ്ററിലെ, ഇതിന്റെ ബിരിയാണിയാ, ഇതുകൂടെ ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുമോ? ഞാൻ ചെങ്ങന്നൂരെത്തത്തില്ല ഇപ്പം, അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കത്തില്ല. ഞാൻ പറയും വേണ്ട. അപ്പോഴുണ്ടോ ഈ മക്കള് ഒരു പാത്രത്തിനകത്ത് നിറച്ച് 500 രൂപയുടെ നോട്ടുമായിട്ട് വരിക. പാസ്റ്ററിലെ ഇന്ന് എടുത്തു. മറ്റേ പാർട്ടി മറ്റേ മയ്യനും വന്ന് പാസ്റ്ററിലെ ഇന്ന് എടുത്തു. ജോയലും വന്ന് എടുത്തു. ഇവിടെ എവിടെയെങ്കിലും ഞാൻ മതിയെന്ന് പറയൂ? ഇതാ ദ്രവ്യത്തിന്റെ പവർ. പറയൂ, ആഹാരം മതിയെന്ന് പറയും, പണം മതിയെന്ന് പറയുമോ? ആരെങ്കിലും മനസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇത്രയും പണം മതി യേശുവേ? വളരെ സംഘർഷവാദന് മനസ്സ്. അപ്പൊ പറയും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരാകട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തി പെടുവീൻ. അത് സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രിൻസിപ്പിളാണ്. ഈ തൃപ്തിയില്ലായ്മയാണ് ഹൗവയെ പാവം ചെയ്യിച്ചത്. എല്ലാം നിനക്കുള്ളതാണ്, ഒന്ന് തൊടരുത്. ആ ഒന്നിനകത്ത് മരണമുണ്ട്. പക്ഷെ ആ ഒന്നിനെ കബളിപ്പിക്കുന്ന വ്യാഖ്യാനത്തിലൂടെ ഇവളെ കീഴ്പ്പെടുത്താനായിട്ട് വേറൊരുത്തം വന്നു. ആ പുള്ളി വന്ന് കബളിപ്പിക്കുന്ന വ്യാഖ്യാനം പറഞ്ഞപ്പോൾ എവിടൊക്കെയോ കിടന്ന അതൃപ്തിയും എവിടൊക്കെയോ കിടന്ന സ്വാർത്ഥതയും വേറൊന്നും ചിന്തിച്ചില്ല, കയറി പറിച്ചെടുത്ത് തിന്നാനായിട്ട് ആ സ്ത്രീയെ പ്രേരിപ്പിച്ചു. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ് ഇവിടെ നിർത്തുക.
ഈ ആത്മീയ ജീവിതം ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും അതൃപ്തമായി ജീവിക്കരുത്. തൃപ്തിയോടെ ജീവിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ തൃപ്തിയുള്ളവരായി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തിയോടെ അനുഭവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ അതിന്റെ പുറകിലൊന്നും നടക്കരുത്. ഇതാ നോക്കൂ, ഇവിടെ തൃപ്തരായി. ഫിലിപ്പോസ് 200 വെള്ളിക്കാശിന് നടക്കത്തില്ലെന്ന് പറഞ്ഞതും 5 അപ്പവും 2 മീനും കൊണ്ട് ഈ ആഹാരം കൊണ്ട് ഈ ജനങ്ങളെ പോഷിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ 2 ശിഷ്യന്മാരുടെ അവസാന തീരുമാനം ഇത് നടക്കത്തില്ല എന്നാണ്. അതിന്റെ മുകളിൽ ഇതാ യേശുവിന്റെ പ്രവൃത്തിയാണ്. അതിന് മുകളിൽ ഇതാ യേശു പറഞ്ഞൊരു ജീവൻ വെളിപ്പെട്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി അബണ്ടന്റ് ഓഫ് ലൈഫ് ഇതിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും തൃപ്തരായി. ഇതാണ് ദൈവത്തിന്റെ മിറക്കലിന്റെ ഒരു ശ്രേഷ്ഠ സൈനിന്റെ ഒരു ശ്രേഷ്ഠത, തൃപ്തി തരിക. ഡിവൈൻ ഒറിജിനാണ് അതിൻ്റെ. അത് ജീസസ് ആരാണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. ജീസസ് ആരാണ്? മെസ്സിഹ എന്ന് പറയുന്ന ആ രാജാക്കന്മാരുടെ രാജാവ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുവിന്റെ വ്യക്തിത്വത്തെ പ്രൂവ് ചെയ്യുന്നതിലൂടെ മിറക്കളുണ്ട്. തെളിഞ്ഞു. അപ്പൊ എല്ലാവർക്കും എന്ത് കിട്ടി പോലെ? വിശപ്പടങ്ങാനുള്ള ആഹാരം കിട്ടി. ഇത് പഴയ നിയമകാലത്തും ഇതുപോലെ കൊടുത്തു. ഈക്വൽ ഷെയറിങ്. എവിടെയാണെന്നറിയാം? മന്ന. അത് മോശയ്ക്കും അഹരോനും കൂടാരത്തിന്റെ അങ്ങേയറ്റത്ത് കിടക്കുന്ന വലിയ പ്രഗത്ഭനല്ലാത്തവനും ഒറ്റയാണ് വിശപ്പട. ഇവിടെയും ഇതാ ഈക്വാലിറ്റി വരികയാണ്. അപ്പൊ ഷെയറിങ്ങിനകത്ത് എന്തുണ്ട്? ഈക്വാലിറ്റി, തുല്യത കൊണ്ടുവന്നു. ഷെയറിങ്ങിനകത്ത് തുല്യത കൊണ്ടുവന്നു. ദൈവമക്കളെ, നിങ്ങളും ഞാനും പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, ഇനിയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് മാത്രം ഈ ആത്മീയ ജീവിതം നയിക്കാതെ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ എന്റെ റിസോഴ്സുകളെ അനക്കുന്നവനാണ് ആത്മീയൻ. എന്റെ പേര് ആത്മീയൻ. ഞാൻ എന്റെ മകനോട് ഇന്നും കാറായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്ത് വേണേലും അങ്ങ് പഠിച്ചു. നിന്റെ ശമ്പളമൊക്കെ ഇനി നല്ല ശമ്പളമായിരിക്കും. കാരണം ശമ്പളമൊക്കെ കൂടുന്ന കാലത്താണ്. പക്ഷെ ആ കാശെല്ലാം കൂടെ നീ സ്വരൂപിച്ചു വെച്ചിട്ട് നീ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണക്കാരനായി ജീവിക്കുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നീ യേശു പറയുന്ന ചെയ്യാൻ നിന്റെ സോഴ്സുകളെല്ലാം ഇളക്കുന്നവനായിട്ട് നീ നിന്നോളാം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു നിർത്തുക. ഒരിക്കൽ ഞാൻ ഗിരിപ്രഭാഷണം പഠിപ്പിച്ച് അവിടെ ഒരു വാക്യം ഉണ്ടായിരുന്നു, മക്കളെ, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. ഞാനിത് വളരെ സമർത്ഥമായി ഇതിന്റെ റൂട്ട് വേർഡും ഗ്രീക്കും ഒക്കെ എടുത്ത് പഠിപ്പിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പൊ എനിക്ക് കാശ് കിട്ടി. അപ്പൊ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് എനിക്ക് 2000 രൂപ കിട്ടി, ഇത് ആരും ഇതിന്റെ അവകാശമുണ്ടെന്ന് എൻ്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ആത്മാവിനോട് പറയാം. നീയും എടുക്കരുത്, ഞാനും എടുക്കരുത്. ഞങ്ങൾ 2 പേരോട് ആ പൈസ ഞങ്ങൾ അലമാരി വെച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ കോൾ വന്നു അതിന്റെ അവകാശം. ഞാൻ കൊണ്ടുപോകും. എന്ത് പഠിപ്പിച്ചു അത് പ്രാക്ടീസ് ചെയ്തു എന്നുള്ള ടെസ്റ്റ് ഇപ്പുറത്ത്. ഞാൻ ആ കാശ് നോക്കിയിട്ടേ ഇല്ല. ഇത് വീട്ടിലോട്ട് പോകുമ്പോഴേ എന്നോട് പറഞ്ഞു, ഇത് നിന്റേതല്ല. അപ്പൊ ഇങ്ങനെ റിസോഴ്സുകളെ അനക്കാൻ പറ്റുന്ന പവർ വേണം സ്പിരിച്വാലിറ്റി. അതാണ് ഇവിടെ ഈക്വൽ ഷെയറിങ് പറഞ്ഞു നിർത്തുന്നത്. ഈക്വൽ ഷെയർ, എല്ലാവർക്കും തൃപ്തി വരും. ഈക്വൽ ആയിട്ട് ഷെയർ. ഭാവവ്യത്യാസങ്ങൾ, വേറെ കൃത്യങ്ങൾ, ഇതൊന്നും അവിടെ ഇല്ല. പദവിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൊടുക്കുന്ന രീതിയൊന്നും ഇല്ലായിരുന്നു. അത് അവിടെ നടന്നു. എന്നിട്ട് നടന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തത്? 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു 12 കൊട്ട നിറച്ചെടുത്തു. എന്താണെന്നറിയുമോ? ദൈവത്തിന്റെ മിറക്കിളാണ്. ഡു നോട്ട് ഡിസ്പൈസ്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പുച്ഛിക്കാൻ പാടില്ല. ദൈവത്തിന്റെ മിറക്കിൾസിന് വിലയുണ്ട്. ഒന്ന് അത്. രണ്ടാമത് കാര്യം കുഞ്ഞുങ്ങൾ പഠിച്ചു, ഫുഡ് ദൈവത്തിന്റെ ദാനം. അതുകൊണ്ട് ഫുഡിനോട് നിങ്ങൾക്ക് എന്ത് വേണമെന്നറിയോ? റെസ്പെക്ട്. ഇത് റെസ്പെക്റ്റോടുകൂടി ഇനി കൊണ്ടുപോകണം. വീട്ടിൽ ചവിട്ടാനൊന്നും പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ തോന്നുന്നത് അവൾ പുറകെ ഞെളിഞ്ഞിരിപ്പുണ്ട്. ഒരൊറ്റ ആഹാരം കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല, തിന്നോണമല്ല. കാര്യം ഇതിന്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം കഴിച്ചോളണം, വേണ്ടാത്തത് എടുക്കാനും പാടില്ല. നിനക്ക് വേണ്ടേ, നീ എടുക്കരുത്, അത് വേറെ ആരെങ്കിലും കഴിച്ചോളൂ. ചവിട്ടി കുഴച്ച് ഇത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളി നീക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. LKG പോലും സമ്മതിച്ചിട്ടില്ല. തല്ലും ഞാൻ. ഇതുവരെ അധികം അടിച്ചിട്ടില്ല.
ഈ ഒരു കാര്യത്തിൽ ഞാൻ തരും. എനിക്കിത് വേണ്ട, അങ്ങനെ പറയണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ 45 വയസ്സ് വരെ ഒരാഹാരവും വേണ്ട എന്ന് പറഞ്ഞാൽ, കഴിക്കാത്ത ആഹാരം ഉണ്ടെങ്കിൽ വളരെ റെസ്പെക്റ്റ് ആയിട്ട് ഞാൻ അത് വേറെ ആൾക്കെന്നുള്ള രീതിയിൽ ഞാൻ അവരോട് നേരത്തെ പറഞ്ഞ് മാറ്റി. ഞാനൊരിക്കലും അതിൽ കൈവച്ചത് നശിപ്പിക്കത്തില്ല, വേസ്റ്റ് ചെയ്യരുത്. ഇവിടെ യേശു പറയാണ് ഇത് വേസ്റ്റ് ചെയ്യരുത്. കാരണം എന്താ? ഫുഡ് ജീവന്റെ നിലനിൽപ്പാ. ഇത് കുറഞ്ഞിടത്തെല്ലാം ക്ഷാമം വന്ന് നാളെ ഈ ലോകം എങ്ങനെ ആയിരിക്കും എന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഇസ്രായേലിൽ, എല്ലാം ഉണ്ടായിരുന്ന ഇസ്രായേലിൽ യോസഫിന്റെ കാലമായപ്പോഴേക്കും ഒന്നുമില്ലാത്തവരായി അവർ ഇറന്നു. പറഞ്ഞ മനസ്സിലായി? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പഠിച്ചു കൊള്ളണം. നിങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ ഉൾപ്പെടെ ഇത് പഠിപ്പിച്ചു കൊള്ളണം. ആ പഠിപ്പീരുണ്ടല്ലോ, അവർ വലുതായാലും റെസ്പെക്റ്റ് ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യും. എന്റെ മകൻ ഇന്ന് 15 വയസ്സുണ്ട്. അവൻ ആവശ്യമില്ലാത്ത കഴിക്കത്തില്ല. ആവശ്യമില്ലാത്ത ഫുഡ് മാത്രം അവന്റെ പാത്രത്തിൽ അവൻ വേസ്റ്റ് ആക്കി കളയത്തില്ല. നമ്മൾ കഴിക്കുന്നതിന്റെ വേസ്റ്റുകൾ അതല്ലാതെ ഒന്നും കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ? യേശു പഠിപ്പിച്ച ഈ പാഠം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക, നിങ്ങൾ ഡിസ്പൈസ്, നിങ്ങൾ പുച്ഛിക്കരുത്. പിന്നെ അടുത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒക്കേഷണൽ ആയിട്ട് ദൈവം അത്ഭുതം ചെയ്ത് ശരി, അതുകൊണ്ട് എപ്പോഴും അത് അത്ഭുതം ചെയ്തുകൊണ്ട് നടക്കണം എന്നുള്ള പ്രിൻസിപ്പിളും നിങ്ങൾ വെക്കരുത്. ഇന്നിപ്പം 2 മീനും 5 അപ്പവും കൊണ്ട് അത്ഭുതം ചെയ്തല്ലോ. നാളെ ശിഷ്യന്മാരെല്ലാം 5-6 ബ്രെഡും മേടിച്ചുകൊണ്ട് ഒരു ജോലിയില്ലാതെ യേശുവെ വാഴ്ത്തു എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല, അല്ലേ? ജീവിക്കാൻ ജോലിയുണ്ട്, അത് സമർത്ഥമായി ചെയ്തു കൊള്ളണം. നാളെ അങ്ങോട്ട് 4 അപ്പം മേടിച്ചുകൊണ്ട് യേശുവെ വാഴ്ത്തിയാട്ടെ എന്ന് പറയാനൊന്നും പാടില്ല. ഈ യേശുവും ഈ ശിഷ്യന്മാരും പിന്നെ അത്ഭുതം ഒന്നും പ്രവർത്തിക്കാതെ വിശപ്പടയ്ക്ക് എങ്ങനെയാണെന്നറിയോ? വയലിലെ കതിരു പറിച്ച് തിന്നെന്ന്. എന്താ യേശുവിന് പറയരുതോ? ജോലെ ഈ വയലെല്ലാം അപ്പമായിക്കൊള്ളട്ടെ, മീൻ വറുത്തായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്നാ സംഭവിക്കത്തില്ലേ? അവിടെ മിണ്ടിയില്ല. വിശപ്പടക്ക് ഇതേ ഉള്ളു, തിന്നോണ്ട് വരികയ്ക്ക് വരാൻ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഒരു അത്ഭുതം ദൈവം ചെയ്തു, അത് ശരി. എന്നാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഇവിടെ ജീവിക്കാൻ. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ. ചിലരങ്ങനല്ല, ഒന്ന് അനങ്ങണമെങ്കിൽ അവർക്ക് അത്ഭുതം വേണം. ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അങ്ങനൊന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മുടെ കഴിവിനും നമ്മുടെ പ്രാപ്തിക്കും നമ്മുടെ തലച്ചോറിന്റെ ശ്രേഷ്ഠതയ്ക്കും ഒക്കെ മേളിപ്പോന്ന ചിലതുണ്ട്. അവിടെ എല്ലാ അത്ഭുതം ഇറങ്ങി വരും. ഇവിടെ ഞാൻ നിർത്തുന്നു. ലാസറിനെ ഉയർപ്പിക്കാൻ കൂടിയവരുടെ എല്ലാവരുടെയും കൂടെ ബലം കൊണ്ട് നോക്കിയാലും പറ്റത്തില്ല. അവിടെ എന്തിറങ്ങി വന്ന്? അത്ഭുതം വന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ ദാനങ്ങളെ റെസ്പെക്ട് ചെയ്യുക, ദൈവത്തെ ടെസ്റ്റ് ചെയ്യാതെ ദൈവത്തിൽ സമ്പൂർണമായി കീഴടങ്ങി വിശ്വസിക്കുക. കണ്ണുകളുടെയൊക്കെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇങ്ങനെയാണോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ പണം കൊണ്ട് ഒതുങ്ങുന്നില്ല, കയ്യിലിരിക്കുന്ന റിസോഴ്സുകൾ കൊണ്ട് ഒതുങ്ങുന്നില്ല, അതുകൊണ്ട് യേശുവിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന ധാരണയിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുകയാണ്. അതല്ല, ഈ കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യുമ്പോൾ ആ ചെയ്ത കാര്യത്തോട് തൃപ്തിയുള്ളവരായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ജീവിക്കുന്നത്. അതുമല്ല എങ്കിൽ ഈ ചെയ്ത കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി എങ്ങനെയാണ് നമ്മുടെ മനോഭാവം? നമ്മുടെ ആവശ്യം കഴിഞ്ഞു, നമുക്കൊരു പനി വന്നു, കർത്താവ് സൗഖ്യപ്പെടുത്തി. നമുക്ക് വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖം വന്നു, കർത്താവ് സൗഖ്യപ്പെടുത്തി. പിന്നുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അതിനെക്കുറിച്ചാണ് അവസാനം പറഞ്ഞത്. നിങ്ങൾ ഡിസ്പേസ് ചെയ്യരുത്, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക, നിങ്ങൾ സമർപ്പണമുള്ളവരായിരിക്കുക. നിങ്ങൾ കൂടെ കൂടെ ദൈവത്തെ ടെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ കാലടികൾ പിൻഗമിക്കാനായിട്ട് സമർപ്പണത്തോടെ നടക്കുക. നല്ല ദൈവമേ, വിശ്വസ്ത കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ആ നിലയിൽ ഒരുക്കണമേ. ഈ സഭയിൽ വലിയ പ്രവൃത്തികൾ ഇനിയും ചെയ്ത് ആളുകളെ ഈ സഭയിലേക്ക് അങ്ങോട്ട് കർത്തദാസരെ ദാസി അതിനായിട്ട് ഉപയോഗിക്കണം. ദൈവമക്കളെ മുഴുവൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ഫാമിലിയായിട്ട് വരാൻ കർത്താവ് സഹായിച്ചല്ലോ, അതിനുള്ള നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. കർത്തൃദാസനോട് നമ്മെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി കരവുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാത്തിനും പരിഹാരം യേശു കർത്താവാണ്. നമ്മുടെ പരിമിതികളെ മാറ്റാനും സമൃദ്ധി നൽകുവാനും കഴിവുള്ള കർത്തൃകരങ്ങൾ നമ്മളെ സമർപ്പിക്കണം. ഭൗതികത്തിൽ രണ്ടാമത്തെ കാര്യമാണ് സമൃദ്ധി. ആദ്യം ആത്മീയത്തിലുള്ള സമൃദ്ധിയാണ്. ആത്മീയത്തിലുള്ള സമൃദ്ധി മാത്രമേ നമ്മുടെ ആത്മാവിന് തൃപ്തി വരുത്തത്തുള്ളൂ.
അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുവാനുള്ള ക്രമീകരണമാണ് നമ്മുടെ സഭയ്ക്കകത്തുള്ളത്. വചനം കേട്ട് ആത്മീയമായി വളർന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വന്നതിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ പിന്നെയും ശുശ്രൂഷയിൽ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.